ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെവൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ പുറകെ തന്നെ വായിച്ചിട്ടുണ്ടാവും. പൂനെ ജംഗ്ഷനിലാണ്, മഹാരാഷ്ട്രയിലെ പൂനെ ജംഗ്ഷനിൽ. നമ്മളിവിടെ നിന്നൊരു യാത്ര പോവുകയാണ്. തീർച്ചയായിട്ടും റെയിൽവേ സ്റ്റേഷനിൽ യാത്ര പോകാനല്ലോ വരില്ല, അല്ലാണ്ട് നമ്മൾ വരില്ലല്ലോ. എങ്ങനെയാണ്? ഇതാണ് പൂനെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നല്ല ഭംഗിയാണ് ഏർലി മോർണിംഗ് കാണാൻ. ഈ ഒരു വിഷ്വൽസ് എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ നേരത്തെ എണീറ്റ് പുറത്ത് വന്നതാണ്. ഞാൻ ഇന്ന് രാവിലെ 2:15 പൂനെയിൽ എത്തിയതായിരുന്നു. ഞാനിവിടെ ആ മുകളിൽ കാണുന്ന ആ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഡോർമിറ്ററീസിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ 6 മണിക്ക് എനിക്ക് അടിച്ച് പിടിച്ച് പുറത്ത് വന്നത് ഈ ഒരു വിഷ്വൽ എടുക്കാൻ വേണ്ടി മാത്രമാണ്. കാര്യം ഈ സ്റ്റേഷൻ ഒരു പഴയ ഹിസ്റ്റോറിക് സ്റ്റേഷൻ ബിൽഡിംഗാണ്. ആ സ്റ്റേഷൻ ബിൽഡിങ്ങിന് ഒരു ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ക്ലാസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു വിഷ്വൽ എടുക്കണം എന്ന് എനിക്ക് തോന്നിയായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് 12126 ഛത്രപതി ശിവാജി ടെർമിനസ് മുംബൈയിലേക്ക് പോകുന്ന പ്രഗതി എക്സ്പ്രസ്സിനാണ്. 7:50 ട്രെയിൻ പുറപ്പെടുക. ഇപ്പോൾ സമയം 6:53 ആയിട്ടുള്ളൂ. ഇനി 1 മണിക്കൂർ കൂടി ഉണ്ട്. 7:50 പുറപ്പെടും. പ്ലാറ്റ്ഫോം നമ്പർ ഇതുവരെ അവർ അനൗൺസ് ചെയ്തിട്ടില്ല. ഈ ബോർഡിൽ 7:15 പോകുന്ന ഡെക്കൻ ക്വീൻ എക്സ്പ്രസ് ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഡെക്കൻ ക്വീൻ്റെ നിങ്ങൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിതിന് മുമ്പ് ഡെക്കൻ ക്വീൻ എക്സ്പ്രസ്സിൽ ഇതേ റൂട്ട് ട്രാവൽ ചെയ്തായിരുന്നു. അത് ഡെക്കൻ ക്വീൻ വരെയുള്ള അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇതൊരു അപ്ഡേറ്റ് ആയില്ല. 7:50 കാണിക്കുന്നുണ്ട്. 12126 ഫുഡ് കോർട്ട് ഇപ്പോഴത്തെ സൈഡിലോട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. പൂനെ സ്റ്റേഷൻ എപ്പോഴും ക്രൗഡഡ് ആണ്. കാര്യം ചില ട്രെയിനുകളൊക്കെ ഒരു ദിവസമൊക്കെ വൈകി ഓടുന്ന സ്റ്റേഷനാണിത്. അപ്പോൾ എപ്പോഴും ഈ ഒരു സ്ഥലത്ത് തിരക്കാണ്. ഞാൻ പൂനെയിലെ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പോലും ഇവിടെ ഒന്നും ഈ തിരക്കില്ല ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അടിപൊളി തിരക്കാണ്. അങ്ങോട്ട് മാറിയാണ് ഫുഡ് പ്ലാസയുടെ എൻട്രൻസ്. ഞാൻ വിചാരിച്ചു ഫുഡ് പ്ലാസയിൽ കയറി ഫുഡ് കഴിക്കാം. അപ്പോഴേക്കും എന്തെങ്കിലും ഒരു അനൗൺസ്മെൻറ്റ് വരും. ഇവിടെ സ്റ്റേഷന് പുറത്ത് തന്നെ ഒരു ദർഗയുണ്ട്. ഇതാണ് ആ ദർഗ. ഇവിടെ ATM, ഇഷ്ടംപോലെ കടകളുണ്ട്. ഫുഡ് ഔട്ട്ലെറ്റ്സിന് ഒരു ക്ഷാമവും ഇല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്റ്റേഷനിൽ ഒരു ഫാർമസി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ദർഗ ഹസ്രത്ത് സയ്യദ് കമാലുദ്ദീൻ ഷാ ഖാദ്രി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡ് പ്ലാസ. നമുക്കെന്നാൽ ഫുഡ് പ്ലാസയ്ക്കകത്തോട്ട് കയറാം. ഫുഡ് പ്ലാസയ്ക്കകത്ത് കയറിയിട്ട് വല്ല ദോശയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം. ആ കാണുന്നതാണ് സ്റ്റേഷൻ്റെ റിസർവേഷൻ കൗണ്ടർ. റിസർവേഷൻ കൗണ്ടർ മാത്രമാണ് അവിടെ. ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടർ നമ്മൾ നേരത്തെ കാണിച്ച എൻട്രൻസിനടുത്ത് തന്നെയായിരുന്നു. അവിടെ റിസർവേഷൻ കൗണ്ടർ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പുറത്തായിട്ട് കാണുന്ന ആ മൾട്ടി ലെവൽ ബിൽഡിംഗാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ പിന്നെ നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഫുഡ് പ്ലാസ. അത്യാവശ്യം വൃത്തിയൊക്കെയുള്ളൊരു സ്ഥലമാണ്. അകത്ത് കയറി നോക്കാം എന്താണുള്ളതെന്ന് കഴിക്കാൻ. രാവിലെ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം തന്നെ മേടിച്ചിട്ടുണ്ട്. ഇഡ്ഡലി വട. ഇഡ്ഡലിയും 2 ഇഡ്ഡലിയും 2 വടയും 100 രൂപയാണ് ഇതിന്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ദിവസം ആരംഭിക്കാം. നമ്മുടെ ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം നമ്പർ 5 തന്നെയാണ് ചെയ്തത്. ഡെക്കൻ ക്വീൻ പോയി കഴിഞ്ഞിട്ട് ഡെക്കൻ ക്വീൻ ഇപ്പോൾ പോകും. 7:12 7:15 ഡെക്കൻ ക്വീൻ പോകും. ഡെക്കൻ ക്വീൻ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ട്രെയിൻ അതേ പ്ലാറ്റ്ഫോമിൽ വരുമെന്നാണ് അവർ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. പിന്നെ നമുക്ക് നേരെ 5ലേക്ക് പോവാം. അപ്പോൾ 1-ന്ന് 5ലേക്ക് പോകാൻ ഈ സ്ലോപ്പ് കയറി ഫുട് ഓവർ ബ്രിഡ്ജ് കയറി അപ്പോൾ 7:12 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇതൊരു പഴയ ഫുട് ഓവർ ബ്രിഡ്ജാണ്. ഇവിടെയൊക്കെ ആൾക്കാരെ തുപ്പി കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് പ്ലാറ്റ്ഫോം 4-5കളുടെ വഴി. നമുക്ക് ഇതുവഴി ഇറങ്ങാം. 7:14 ഡെക്കൻ ക്വീൻ ഇപ്പോൾ പോകും. ഈ കിടക്കുന്ന ഡെക്കൻ ക്വീൻ. ഡിപ്പാർച്ചറിനുള്ള വിസിലടിച്ചു. ഇതാണ് ഡെക്കൻ ക്വീൻ എക്സ്പ്രസ്. നമ്മളിതിനൊരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു പൂനെ ടു മുംബൈ. നമ്മളന്ന് AC ചെയർ കാറിലാണ് പോയത്. നമ്മൾ ഡൈനിങ് കാർ എക്സ്പ്ലോർ ചെയ്തായിരുന്നു. ഈ ട്രെയിനൊരു AC ടൂറിസ്റ്റ് കാറുണ്ട്. അതായത് വിസ്താഡോം കോച്ച് ഉണ്ട്. ഇതിന് ആണ് എൻ്റെ വിസ്താഡോം കോച്ച്. അത് ഏറ്റവും പുറകിലാണ്. അപ്പോൾ മലയൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ടുപോകാം. അപ്പോൾ അങ്ങനെ ഡെക്കൻ ക്വീൻ എക്സ്പ്രസ് പുറപ്പെട്ടു പോയി. ഇതേ പ്ലാറ്റ്ഫോമിലൂടെ പ്രഗതി എക്സ്പ്രസ് കൊണ്ടുവരുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വിസ്താഡോമിൽ വലിയ തിരക്കൊന്നുമില്ല. അത്യാവശ്യം സീറ്റുകൾ കാലിയുണ്ട്. ഇനിയിപ്പോൾ ലോണവാലയിലൊക്കെ നിറയുമായിരിക്കും. കുറ്റം പറയാൻ പറ്റില്ല. കാര്യം വിസ്താഡോമിന് 975 രൂപ മറ്റുള്ള ഫെയർ. നമ്മുടെ ഇതിനാണെങ്കിലോ ഇവിടെ കുറേ പേര് ബാക്കി നിൽപ്പുണ്ട്. അപ്പോൾ സീറ്റുകൾ കാലിയായത് ഇതുകൊണ്ടാണ്. അതേസമയം നമ്മുടെ സാധാരണ ചെയർക്കാരന് 300 സംതിങ് രൂപയാണ് ചാർജ്. അപ്പോൾ 3 ഇരട്ടി കാശ് കൊടുക്കണം വിസ്താഡോമിൽ പോകണമെങ്കിൽ. പക്ഷേ നമ്മളും ഇന്ന് വിസ്താഡോമിലാണ് പോകുന്നത്. നമ്മളിന്ന് പ്രഗതി എക്സ്പ്രസ്സിൻ്റെ വിസ്താഡോമിലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. കാരണം AC ചെയർക്കാർ സോൾഡ് ഔട്ട് ആയിരുന്നു. വിസ്താഡോമിൽ മാത്രമേ ടിക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ റേക്ക് ഈ സൈഡിൽ നിന്നാണ് വരേണ്ടത്. ഇതുവരെ വന്നിട്ടില്ല. ഇനി അപ്പുറത്തെ യാർഡിൽ നിന്ന് കൊണ്ടുവരുന്നില്ല. എൻ്റെ അറിവിൽ അത് ഇപ്പുറത്തെ യാർഡിലാണ് കിടക്കുന്നത്. ഗോർപ്പൊടി യാർഡിലാണ് അത് കിടക്കേണ്ടത്. എന്തായാലും വണ്ടി ഇതുവരെ വന്നിട്ടില്ല. സമയം ഇപ്പോൾ 7:22. 7:50 ഇവിടുന്ന് പോകേണ്ട വണ്ടിയാണ്. ഇതുവരെ റേക്ക് വന്നിട്ടില്ല.
ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല നമുക്ക് പോയി ലോക്കോ ഒന്നും കാണാനുള്ള സമയം കിട്ടുന്നത് നമ്മുടെ കോച്ച് പുറകിലാണെങ്കിൽ. കാര്യം NTS നോക്കിയപ്പോൾ നമ്മുടെ കോച്ച് ലാസ്റ്റ് കോച്ച് എന്നാണ് കാണിച്ചത്. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കോ നോക്കാൻ സമയം ഉണ്ടാവില്ല. ട്രെയിനിൽ നന്നായി കയറി പോകേണ്ടി വരും. 7:22 പ്ലാറ്റ്ഫോം നമ്പർ 5 പോകുന്നതാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തവർ. ഇതൊരു റേക്കോടെ ഷണ്ട് ആവുന്നുണ്ട്. അത് മുംബൈ പൂനെ റേക്കോഡ്. ഒന്ന് സൂം ചെയ്ത് നോക്കിയേക്കാം ഏതാ വണ്ടി എന്നുള്ളത്. നമ്മുടെ റേക്കാണോ എന്ന് അറിയില്ല. അത് മുംബൈ CSMT പൂനെ മാത്രമേ ഉള്ളൂ. ഇപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 4ഉം 5ഉം ചെറിയ പ്ലാറ്റ്ഫോംസ് ആണ്. 18 കോച്ച് പരമാവധി. 1, 2, 3 ലോങ് പ്ലാറ്റ്ഫോംസ് ആണ്. 6ൻ്റെ കാര്യം എനിക്ക് ലോങ് പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നുന്നു. കാര്യം പണ്ട് നന്ദേഡ് എക്സ്പ്രസ് ഒന്ന് പല ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് ലോങ് ട്രെയിൻ ആയിരുന്നു. നല്ല ലെങ്ത്തുള്ള റേക്കായിരുന്നു. അതിൽ വന്ന് അപ്പുറത്ത് ഒരു വാപ്സൺ ഹോളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട്. കല്യാൺ ഷെഡിൻ്റെ ലോക്കോ ആണെന്ന് മാത്രമേ കാണാൻ പറ്റുന്നത്. ലോക്കോ നമ്പറൊന്നും കാണാൻ പറ്റുന്നില്ല. ഏതാ ട്രെയിൻ എന്നറിയില്ല. അഹമ്മദാബാദ് കോലാപൂർ എക്സ്പ്രസ് ആയിരിക്കണം. അത് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. മീൻവെൽ നമ്മുടെ റേക്ക് പ്ലാറ്റ്ഫോമിലോട്ട് ഷണ്ട് ചെയ്ത് കയറ്റുന്നു. റിവേഴ്സിലാണ് ഷണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പുറത്തോട്ട് പോകുന്ന കണ്ട അതേ റേക്കാണ്. സെയിം റേക്കാണ്. ഇത് തന്നെയാണ് നമ്മുടെ ട്രെയിൻ. പൂനെ CSMT മുംബൈ പൂനെ പ്രഗതി എക്സ്പ്രസ്. ഇത് പൂനെ കോച്ചിങ് ഡിപ്പോയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന റേക്കാണ്. ഇതിൻ്റെ മറ്റേ എൻഡിലാണ് അപ്പോൾ നമ്മുടെ വിസ്താഡോം കോച്ചുള്ളത്. ഇവിടെ ഫ്രണ്ടിൽ ഡെക്കൻ ക്വീൻ്റെ ഒരു കോച്ച് കിടക്കുന്നുണ്ട്. ഡെക്കൻ ക്വീൻ മുംബൈ ബേസ്ഡ് ട്രെയിനാണ്. പ്രഗതി എക്സ്പ്രസ് ഇവിടുത്തെ ബേസ്ഡ് ട്രെയിനാണ്. കാണുന്ന തിരക്ക് മുഴുവൻ അൺറിസർവ്ഡ് ഇടിച്ച് കയറുന്ന തിരക്കാട്ടോ. ഇത് MST കോച്ചാണ്. അതായത് സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സിന് മാത്രമുള്ള കോച്ചാണ് MST. ഡെക്കൻ ക്വീൻ അങ്ങനത്തെ കോച്ചുകളുണ്ട്. ഇപ്പോൾ രണ്ടുപേരും വീണാന് സമയം 7:20 കൂടെ ഉള്ളൂ. നമുക്കിനി എന്നാൽ മുംബൈ CSMT പോയിട്ട് നമുക്ക് റേക്ക് കാണാം. ലോക്കോ ഏതാ നോക്കാം. ഇതാണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് തൽക്കാലം നമ്മുടെ കോച്ചിൽ സെറ്റിൽ ചെയ്യാം. കാര്യം 20 മിനിറ്റ് ഫ്രണ്ടിൽ പോയി തിരിച്ചു വരാൻ പറഞ്ഞാൽ നല്ല കട്ടിയുള്ള പണിയാണ്. 16 കോച്ചിന് നീളം നടക്കണം. ഇതാണ് നമ്മുടെ കോച്ച് 221831 വിസ്താഡോം കോച്ച് AC ടൂറിസ്റ്റ് കാർ. ഇതിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇതിൽ സീറ്റ് നമ്പർ 33 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. Suro 11382 അൺഫിറ്റ് ഫോർ മെയിൻ ലൈൻ വർക്കിംഗ് ഓൺലി ഫോർ ഷണ്ടിങ് എന്നിരിക്കുന്ന ഒരു WDM3D ആണ് ഷണ്ടിങ് ചെയ്തത്. പണ്ട് മെയിൻ ലൈൻ വഴി അഹമ്മദാബാദിലോട്ടും കേരളത്തിലോട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലോക്കോ ആണിത് 11382. അതിപ്പോൾ അൺഫിറ്റ് ഫോർ മെയിൻ ലൈൻ ഡ്യൂട്ടീസ് ആക്കി ഷണ്ടിങ്ങിന് മാത്രമാക്കിയിട്ടുണ്ട്. അതാണ് ആ 0 പ്രിഫിക്സ്. അപ്പോൾ ട്രെയിൻ എത്തി. നമുക്ക് തന്നെ പതുക്കെ നമ്മുടെ കോച്ചിലോട്ട് കയറാം. കോച്ച് തുറന്നാണ്. കോച്ചിലോട്ട് കയറി നമ്മുടെ സീറ്റിലോട്ട് നമുക്ക് ഇരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് 221831 EV1. ലാൽക്കൂടെ ഒരു EV ഉള്ളൂ. EV1 നമ്മുടെ രണ്ടാമത്തെ വിസ്താഡോം കോച്ച് യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കയറി വേണം ലഗേജൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കിടക്കാം. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. നമ്മളിത് മുമ്പ് കണ്ടിട്ടുള്ളതാണ്. എന്നാലും ഒന്നും കൂടി കാണിച്ചേക്കാം എന്ന് വെച്ചു എന്ന് മാത്രം. 33 ആയിരുന്നു, 35 ആയിരുന്നു, ഓർമ്മയില്ലല്ലോ. നോക്കാം. 33 ആണെങ്കിൽ ഇതാണ്, 35 ആണെങ്കിൽ അതാണ്. ഇത് നോക്കാം. ഇതാണ് ഇതിൻ്റെ സീറ്റ്. വട്ടം കറക്കാൻ വരുന്ന സീറ്റാണ്. ഇപ്പോൾ തൽക്കാലം ഇവർ നേരെ ആക്കി വെച്ചിരിക്കുക. എല്ലാ സീറ്റും ഫോർവേഡ് ഫേസിംഗ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ലൈറ്റ്സ് ഒന്നും ഓൺ ചെയ്തില്ല. AC ഓണാണ്. പക്ഷേ 33 ലെഫ്റ്റ് സൈഡ് ഫോർവേഡ് ഫേസിംഗ് വിൻഡോ ആണ് എൻ്റെ. നമുക്ക് റൈറ്റ് തന്നുകൂടെ. റൈറ്റ് സൈഡ് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ക്രോസ് ചെയ്യുന്ന ട്രെയിനുകളെങ്കിലും കാണാമായിരുന്നു. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ അടിപൊളി ഇൻറ്റീരിയേഴ്സ്. നമ്മൾ കൂടുതൽ സമയം നമ്മൾ ബാക്കിൽ ഒബ്സർവേഷൻ ഡെസ്കിലായിരിക്കും. ഇവിടെ തിരക്കാവുന്നതിന് മുമ്പ് ഇവിടെ തന്നെ കുറച്ച് വിഷ്വൽസ് എടുത്തേക്കാന്ന് വെച്ചു. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല തിരക്കാവും. ഇവിടെ ഒരു ഇരിക്കാനൊരു ബെഞ്ച് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി. ഇതാണ് നമ്മളെ കൊണ്ട് ഷണ്ട് ചെയ്ത ലോക്കോ. ഇതുവരെ പ്ലാറ്റ്ഫോം വിട്ട് പോയിട്ടില്ല. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വരുന്ന ഡെമോ ആണിത്. ICF ബിൽഡ് ഡെമോ ആണ്. ഡെമോനും മെമോനും ഇപ്പോൾ ഒരേ കളർ എമ്മാരെ കൊടുക്കുന്നത്. അപ്പോൾ ഡെമോ എത്തി.
LWCTZ AC 28 ആണ് ഷെൽ നമ്പർ. ICF ആണ്, വേറെ ആരും ഇത് കിട്ടുന്നില്ല. ആണ് നമ്മൾ ഒബ്സർവേഷൻ ഡെസ്ക് ഫ്രം ഔട്ട് സൈഡ്. ഈ കോച്ചിൻ്റെ ശരിക്കുള്ള പേര് AC ടൂറിസ്റ്റ് കാർ എന്നാണ്. പക്ഷേ വിസ്താഡോം എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. റെയിൽവേ തന്നെ വിസ്താഡോം തന്നെയാണ് കച്ചവടം ചെയ്യുന്നത്. AC ടൂറിസ്റ്റ് കാർ എന്നുള്ളതാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. ഇതിൽ സീറ്റ് നമ്പേഴ്സ് വളരെ ബുദ്ധിപൂർവ്വമാണ് അവർ എഴുതുന്നത്. കാര്യം സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാമല്ലോ. അപ്പോൾ സീറ്റിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ മുകളിൽ വിൻഡോ ആണെങ്കിൽ 33, അയലാണെങ്കിൽ 34 അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സീറ്റിൻ്റെ ഹാൻഡിലിന് മുകളിലുള്ള മാർക്കിങ്ങും അങ്ങനെ തന്നെയാണ്. സമയം 7:49. ഇപ്പുറത്ത് ഒരു അജ്നിയുടെ ഒരു P7 കറങ്ങി കിടക്കുന്നുണ്ട്. മധ്യറയിൽ 30465. നമ്മുടെ ലോക്കോ എന്താണോ? P4 ആണോ, P7 ആണോ, അതോ WCAM 3 ആണോ, WCAM 2 ആണോ, അതിന് വല്ല WagonR, WAG7 ആണോ അറിയാനൊരു ആകാംക്ഷ. പക്ഷേ പ്ലാറ്റ്ഫോമിൻ്റെ സ്ട്രക്ചർ കാരണം കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ല. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും വളവിലോ എല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. കൃത്യം 7:50 പൂനെ ജംഗ്ഷൻ നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് സ്റ്റേഷനിലെ ഡിപ്പാർച്ചർ പിടിക്കുക എന്ന് പറയുന്നത്. അപ്പുറത്ത് ലിംഗംപള്ളി ഇൻഡോർ ഹംസഫർ എക്സ്പ്രസ് ഇറക്കുന്നുണ്ട്. 39331 വഡോദരയുടെ വെബ്സൈറ്റ്. അപ്പോൾ അങ്ങനെ പൂനെയിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റിലുള്ള യാർഡാണ്. യാർഡ് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് സീറ്റിലൂടെ തിരിച്ചു വന്നാണ്. പിന്നെ ക്യാമറ ഒന്ന് ചാർജ് ചെയ്യാൻ വേണം. TT എത്തിയിട്ടുണ്ട് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ. ടിക്കറ്റ് നമ്മൾ പ്രസൻറ്റ് മാർക്ക് ചെയ്യണമല്ലോ. അപ്പുറത്തൊരു ഫ്രൈറ്റർ വാഗൺ ഹോളിൻ്റെ കണ്ടെയ്നർ റേക്ക്. ശിവാജിനഗർ എത്തി. ശിവാജിനഗറിൽ നമ്മളെ ലൂപ്പ് ലൈൻ വഴി കടത്തിവിട്ട് മെയിൻ ലൈനിൽ ഫ്രൈറ്റ് കിടപ്പുണ്ട്. ഇത് സ്ഥിരം പരിപാടിയാണിത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡെക്കൻ ക്വീനിൽ വന്നപ്പോഴും മെയിൻ ലൈനിൽ ഫ്രൈറ്റ് ഉണ്ടായിരുന്നു. ശിവാജിനഗർ ഇപ്പോൾ ഒരു മെയിൻ EMU ടെർമിനലാണ്. അപ്പോൾ EMU ട്രെയിനുകൾ പലത് ഇവിടുന്നാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കിടക്കുന്നതാണ് EMU ഒരെണ്ണം. ലോണവാലയിലേക്കുള്ള EMU ആണ്. മിക്കവാറും നമ്മുടെ പുറകെ ഉണ്ടാവും അത്. ഈ ട്രെയിന് പാൻട്രി കാറില്ല. നമ്മൾ ഡെക്കൻ ക്വീനിലായിട്ടപ്പോൾ അതിൻ്റെ ഒരു ഡൈനിങ് കാർ ഉണ്ടായിരുന്നു. നമ്മൾ ഡൈനിങ് കാറെ പോയിട്ട് നമ്മൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മുടെ ചാനലുണ്ട്. ഇതിന് പാൻട്രി കാർ പോലും ഇല്ല. അപ്പോൾ ഇതിന് ഭക്ഷണം അല്ലാണ്ട് കയറും. ഞാൻ അതുകൊണ്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു കാരണം കൂടി. കാരണം വിശന്നിരിക്കാൻ പറ്റില്ല. വിശന്നിരുന്ന ഗ്യാസ് കയറി മൊത്തം പാടുപെടും. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ പോയി ഇഡ്ഡലി കഴിച്ചിട്ട് വന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ഫുഡ് വല്ലതും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ട്രൈ ചെയ്യും. ഭക്ഷണം ഒരു ട്രയലിന് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം ഒരു പ്ലേറ്റ് മേടിച്ച് കഴിക്കും. 96 kmph ഉള്ളൂ. പക്ഷേ ഒരു 110 ഫീലുണ്ട് കേട്ടോ. നമ്മുടെ കാസർവാടി എന്ന് പറഞ്ഞ സ്റ്റേഷൻ ജസ്റ്റ് കഴിഞ്ഞു. നമ്മുടെ അടുത്ത സ്റ്റോപ്പിനി ലോണാവലയിലേ ഉള്ളൂ. 8:45. എത്ര നോക്കിയിട്ട് ലോക്കോ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതിൽ കൂടുതൽ വലിയ വളവാണ്. ലോക്കോ കാണാൻ പറ്റുന്നില്ല. സാലം ഘാട്ടിട്ട് നോക്കാം. പൂനെ കഴിഞ്ഞ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു.
നല്ല ഓസിലേഷൻസ് ഉണ്ട്, ഒട്ടും സ്റ്റേബിൾ അല്ല. ഈ ബസ്സിലൊക്കെ കണ്ടക്ടർമാർ നിൽക്കുന്ന പോലെ നിൽക്കണം, അല്ല തന്നെ നമ്മളിങ്ങനെ ആടി പോയിക്കൊണ്ടിരിക്കണം ഫുൾ ടൈം. ഭയങ്കര ഓസിലേഷനാണ്. ഗാർഡ് സെക്ഷനത്തിൽ ഇപ്പോൾ കുഴപ്പമുണ്ടാകും, കാരണം ഗാർഡ് സെക്ഷനത്തിൽ സ്പീഡ് ഉണ്ടാവില്ലല്ലോ. അപ്പം ഇങ്ങനെയാണ് പുറകോട്ടുള്ള വ്യൂ. ഏതോ ഒരു ആബ്സൺ ഹോളിൽ ട്രെയിൻ പോയി. ഘോരാവാടി സ്റ്റേഷനായിരുന്നു, ഘോരാവാടി. അത് ഇൻഡോർ ദൗണ്ട് എക്സ്പ്രസ് ആയിരിക്കണം. ഇപ്പോൾ പോയതാണ് ഇന്ദ്രായണി എക്സ്പ്രസ്. ഇന്ദ്രായണി എക്സ്പ്രസ് എന്ന് പറയുന്നത് ബോംബെയിൽ നിന്ന് പൂനെക്കുള്ള ഫസ്റ്റ് ട്രെയിനാണ്. ബോംബെയിൽ നിന്ന് പൂനെയിലേക്ക് രാവിലെ 3 ട്രെയിനാണ് കാണുന്നത്. ഇന്ദ്രായണി എക്സ്പ്രസ്, ഇൻ്റർസിറ്റി എക്സ്പ്രസ്, ഡെക്കൻ എക്സ്പ്രസ്, പിന്നെ 3 വണ്ടികളാണ്. പൂനെന്ന് ബോംബെക്ക് ഇതുപോലെ രാവിലെ 3 വണ്ടികളുണ്ട്. സിൻഹഗഡ് എക്സ്പ്രസ്, പിന്നെ ഡെക്കൻ ക്വീനും, ഇത് ലാസ്റ്റ് പ്രഗതി എക്സ്പ്രസ്. ഇത്രയും ദൂരമേ ഉള്ളൂ. പുഴയുടെ വഴിക്ക് പോകും, നമ്മുടെ വഴിക്ക് പോകും. അപ്പം നമ്മളിപ്പോൾ ലോണാവലയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് മുംബൈ ഡിവിഷനിലേക്ക് കയറി. മുംബൈ ഡിവിഷൻ്റെ വെൽക്കം ബോർഡ് പിടിക്കാൻ പറ്റില്ല. ഒരു വാഗൺ ആൻഡ് ഹോൾഡ് റൈക്കായിരുന്നത്. മുംബൈ ഡിവിഷനിലേക്കുള്ള വെൽക്കം ബോർഡ് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ലോണാവല യാർഡാണ്. ലോണാവല അപ്പ് യാർഡാണ്, അപ്ലൈൻ യാർഡാണിത്. ഇവിടെയാണ് ഘാട്ട് ഇറങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ഫ്ലൈറ്റുകൾ. ഇവിടുന്ന് ബാങ്കർ ആവശ്യമാണെങ്കിൽ ബാങ്കറിലൊക്കെ വെച്ചിട്ടാണ് ഘാട്ട് ഇറങ്ങുന്നവർ. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ലോണാവാല സ്റ്റേഷനിലോട്ട് കയറാൻ പോകണം. ലൂപ്പ് ലൈൻ ഇല്ല കേട്ടോ, മെയിൻ ലൈൻ തന്നെ പ്ലാറ്റ്ഫോം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ലൂപ്പ് ലൈൻ തന്നെ അത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലൂപ്പ് ലൈനിലല്ല, മെയിൻ ലൈനിൽ തന്നെ. ഓപ്പോസിറ്റ് ലൈനിലെ പ്ലാറ്റ്ഫോം ലൂപ്പ് ലൈനിലാണ്. ഇതിപ്പോൾ ഈ ഫ്ലൈറ്റ് ഘാട്ട് ഇറങ്ങാൻ റെഡിയായി നിൽക്കുന്നതെന്ന് തോന്നുന്നു. സിമെൻ്റ് ആണെന്ന് തോന്നുന്നു. എന്താ കണ്ടിട്ട് നല്ല പൊടിയുണ്ട്, മുകളിൽ സിമെൻറ്റ് പൊടിയുണ്ട്. ബൾക്ക് സിമെൻ്റ് ആണെന്ന് തോന്നുന്നു. നൗക്കർ എന്ന് പറഞ്ഞൊരു കമ്പനി, നൗക്കർ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണത് കണ്ടെയ്നർ.
നമ്മളങ്ങനെ ലോണാവല സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തിയിരിക്കുകയാണ്. നമ്മുടെ ജനറേറ്റർ ഓണാണ്, അപ്പോൾ WCAM3 തന്നെ ഉറപ്പിച്ചു. അപ്പോൾ നമ്മളങ്ങനെ ലോണാവാലയിലെത്തി. സമയം ഇപ്പോൾ 8:40. നമ്മളൊരു 2 മിനിറ്റ് ലേറ്റാന്ന് തോന്നുന്നു. അപ്പുറത്ത് നേരത്തെ കാണിച്ച നൗക്കർ കോർപ്പറേഷൻ്റെ ഫ്രൈറ്റാണ്. അതിനൊരു വാഗൺ, അതിൻ്റെ ഫ്രണ്ടിൽ ബാങ്കേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 3 വാഗ് 7 അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോഡഡ് ഫ്രൈറ്റ് ഘാട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ബാങ്കേഴ്സ്, ബ്രേക്കേഴ്സ് ആവശ്യമാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ. നമ്മുടെ ട്രെയിനോട് അത്യാവശ്യം ഇവിടെ നല്ലോണം ആൾ കയറാനുണ്ട്. ഞാൻ പറയുന്നത് TT ആദ്യമേ പറഞ്ഞത് കുറേ സീറ്റ് ഇവിടെ നിന്ന് അറിയാമെന്ന്. അവർ ജസ്റ്റ് കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ലോണാവാല സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1. ലോണാവാല ശരിക്കും ചിക്കി കപ്പലിൻ്റെ മിഠായിക്ക് ഭയങ്കര ഫേമസ് ആണ്. ഈ ചിക്കി എന്ന് പറയുന്ന സാധനം ഇവിടുത്തെ എന്താ പറയുന്നത്, ഈ റെയിൽവേ ലൈൻ പണിതുകൊണ്ടിരുന്ന സമയത്ത് റെയിൽവേ വർക്കേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഡെസേർട്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ലോണാവാലയിലെ ചിക്കി ഇത്ര ഫേമസ് ആയെന്നൊരു വാട്സാപ്പ് ഫോർവേഡ് കഴിഞ്ഞിടയ്ക്ക് കറങ്ങി കിടക്കുന്നുണ്ട്. സത്യമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇവിടുത്തെ സ്റ്റാഫിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു എനർജി ബാറാണ് അത്ര ഈ ചിക്കി എന്ന് പറയുന്നത്. ചിക്കി എന്ന് പറയുന്നത് കപ്പലിൻ്റെ മിഠായി. ഇതിവിടെ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് തന്നെ ഒരു ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ് ഉണ്ട്. ബാങ്കർ ലോക്കോസ് ആണ് അതിനകത്തുള്ളത്. അതിനൊരു വാഗ് 7 കാണാം. വാഗ് 7 ട്രിപ്ലെറ്റ് ആയിരിക്കും അത് മിക്കവാറും. അപ്പോൾ ഇതാണ് ലോണാവാല സ്റ്റേഷൻ. ഇത് ഇവിടെയും ബ്രേക്കേഴ്സ് കിടപ്പുണ്ട്, ബാങ്കേഴ്സ് കിടപ്പുണ്ട്. യൂഷ്വലി ട്രിപ്ലെറ്റ്സ് ആണ് ബാങ്കേഴ്സ് എല്ലാം. കല്യാൺ ഷെഡിൻ്റെ ട്രിപ്ലെറ്റ്സ് ആണ് യൂഷ്വലി ബാങ്കേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിത് ജസ്റ്റ് ഘാട്ട് ഇറങ്ങി തുടങ്ങുന്നു. നമ്മൾ ഏത് ലൈനിലാണ് പോകുമ്പോഴെന്ന് അറിയില്ല. മിഡ് ലൈനാണോ അതോ അപ്പ് ലൈൻ, ഡൗൺ ലൈൻ ഏതാണെന്നറിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഡെക്കൻ ക്വീൻ പോയപ്പോൾ നമ്മൾ അപ്പ് ലൈനിലായിരുന്നു. അതായത് മറ്റേ ജാംബ്രങ് ഈ പുറത്ത് വഴി നാഗ്നാഥ് ക്യാമ്പിന് വഴി പോകുന്നത്. ജാംബ്രങ് അല്ല, നാഗ്നാഥ് ക്യാമ്പിന് വഴി പോകുന്നത്. ഇതാണ് ലോണാവാല സ്റ്റേഷൻ. ലോണാവാല ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ്. ഇവിടുത്തെ ബോംബെ നിവാസികൾക്ക് വീക്കെൻഡ്സ് ചിലവഴിക്കാൻ അവർ സ്ഥിരം എത്തിപ്പെടുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് ലോണാവാല എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കിയ ട്രെയിൻ ഇറങ്ങുന്ന കാണാം നിങ്ങൾക്ക്. ആ ഘാട്ട് വിസിബിളാണ്. അപ്പോൾ നമ്മളങ്ങനെ ലോണാവാലയിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ മലയാളത്തിലെ ലാ പോലെ തന്നെ ഇവിടെ മറാഠികൾക്ക് ഒരു ലാ ഉണ്ട്. നമുക്ക് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമുക്ക് മാത്രമേ ഉള്ളൂ ലാ, വേറെ ആർക്കും ലാ ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ മറാഠികൾക്കും ലാ ഉണ്ട്. അപ്പോൾ ലോണാവാല എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ലോണാവാല സ്റ്റേഷനെ വിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നും അപ്പ് ലൈൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. പോയിൻറ്റ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അപ്പ് ലൈൻ തന്നെയാണ്. നമ്മളപ്പോൾ ഇന്ന് നാഗ്നാഥ് ലൈൻ തന്നെയാണ് എടുക്കുന്നത്. നല്ല കാര്യം, കഴിഞ്ഞ പ്രാവശ്യം നാഗ്നാഥ് ലൈനിൽ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഇന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ആദ്യത്തെ ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോൾഡായ ഖണ്ടാലയിലേക്ക് എത്തുകയാണ് നമ്മൾ. ഇൻട്രസിറ്റി എക്സ്പ്രസ് ആണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാങ്കേഴ്സ് വരെ കയറിപ്പോയി കഴിഞ്ഞു.
പോകുന്നതാണ് മുംബൈ പൂനെ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. പഴയ ശതാബ്ദി എക്സ്പ്രസ് ആണ്, പണ്ട് ശതാബ്ദി എക്സ്പ്രസ് ആയിരുന്നു. ശതാബ്ദി എക്സ്പ്രസ്സിനകത്ത് തീരെ ലോഡ് ഇല്ലാണ്ടായപ്പോൾ അവർ തന്നെ മുംബൈ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനെ കൺവേർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഇതാണ് ഖണ്ടാല, നമ്മുടെ ആദ്യത്തെ ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോൾട്ട്. നമുക്ക് 3 ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോൾട്ടാണ് ഈ ഇറക്കത്തിലുണ്ടാവുക. ഖണ്ടാലയിലുണ്ട്, പിന്നെ മങ്കി ഹില്ലുണ്ട്, പിന്നെ നാഗ്നാഥിലുണ്ട്. ഇപ്പം എൻ്റെ അറിവിൽ ഖണ്ടാല മാത്രമേ ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോൾട്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ സ്പീഡ് സെൻസിറ്റീവ് സിഗ്നൽസ് കൊടുത്തിരിക്കുകയാണ് അവർ. അപ്പോൾ ട്രെയിൻ ഒരു പർട്ടിക്കുലർ സ്പീഡിന് താഴെ സിഗ്നൽ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിഗ്നൽ ക്ലിയർ കിട്ടാൻ ട്രെയിന് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മൾ ജസ്റ്റ് ഖണ്ടാലയിൽ നിന്ന് ഇറങ്ങി തുടങ്ങി. ശ്രദ്ധിച്ച് നോക്കി ഇറക്കം കാണാം. ഇത്ര ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ. ആ ഇറക്കം കണ്ടതാവട്ടെ, ഇത്ര സ്റ്റീപ്പ് ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ. ഈ സ്റ്റേഷനിലൊക്കെ ട്രെയിൻ കയറി വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ആ ഗ്രേഡിയൻ്റ് കയറി ഉദിച്ച് വരും ട്രെയിന്. $30 kmph PSR എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. റൈറ്റ് സൈഡിലൂടെ കുഞ്ഞ് കയറ്റം കയറി പോകുന്ന ഒരു കാറ്റ് സൈഡിങ് ആണ്. ഇവിടെ ഉണ്ടോന്നോ, അങ്ങേറ്റത്തും ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടോന്നോ. അതുപോലെ നമ്മുടെ ലൈനിലും കാണാം. അതിനകത്ത് പുതിയ സ്ലീപ്പർ കിട്ടണം, പുതിയ സ്ലീപ്പേഴ്സ് ഇട്ടുണ്ട് അവർ കാറ്റ് സൈഡിങ്ങിന്. പുതിയ ഹൈ സ്പീഡ് സ്ലീപ്പേഴ്സ് ഇട്ടിട്ടുണ്ട് അവർ കാറ്റ് സൈഡിങ്ങിന്. അപ്പം നമ്മുടെ ആദ്യത്തെ ട്രാനിലോട്ട് വരെ അല്ല ഭായിമാരെ, നമ്മുടെ 3ാമത്തെ ലൈൻ ഇവിടെ, നമ്മൾ 2ാമത്തെ ലൈനിലാട്ടോ. അല്ല, നമ്മൾ അപ്പ് ലൈനിലാണ്. ഡൗൺ ലൈൻ കാണാനില്ലല്ലോ. ഡൗൺ ലൈൻ മലയുടെ അപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്. പോണു ഡൗൺ ലൈൻ.
ഹിൽ ക്യാബിൻ എത്താറായി. മങ്കി ഹിൽ ക്യാബിനിൽ നമുക്കൊരു സ്പീഡ് സെൻസിറ്റീവ് സിഗ്നൽ ഉണ്ട്. അപ്പോൾ ട്രെയിൻ ആ സിഗ്നൽ ഒരു പർട്ടിക്കുലർ സ്പീഡിന് താഴെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ അങ്ങ് ത്രൂ ഘാട്ടിലോട്ടും കടക്കാം. ഇവിടെ അപ്പ് ലൈനും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അപ്പ് ലൈൻ. നമ്മൾ മല ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പ് ലൈനിലാണ്. മല കയറി വരുന്ന ലൈനിൻ്റെ പേരാണ് ഡൗൺ ലൈന്. നടുക്കലത്തെ ലൈനിൻ്റെ പേര് മിഡ് ലൈൻ എന്നാണ്. അപ്പോൾ ഇതിനകത്തെ ഈ എന്താ പറയുക, മങ്കി ഹിൽ ക്യാബിൻ വരെ ഈ ഡൗൺ ലൈൻ ഒരു വേറെ അലൈൻമെൻറ്റ് എടുക്കുന്ന, അപ്പ് ലൈനും മിഡ് ലൈനും ഒരുമിച്ച് പോകും. മങ്കി ഹിൽ ക്യാബിൻ കഴിയുമ്പോൾ അപ്പ് ലൈൻ സെപ്പറേറ്റ് പോകും, മിഡ് ലൈനും ഡൗൺ ലൈനും ഒരുമിച്ച് പോകും. അപ്പുറത്തോട്ട് മാറി നല്ല വാലിയാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡൗൺ ലൈനിൽ ഉദ്യാന എക്സ്പ്രസ് വന്നപ്പോൾ നമുക്ക് ആ വാലി പിടിക്കാൻ പറ്റില്ല. കാര്യം ഈ സൈഡിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ മറ്റൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആ ലൈനിൽ കൂടെ വരുമ്പോൾ നമുക്ക് ഡൗൺ ലൈൻ ഫോക്കസ് ചെയ്ത് ആ സൈഡ് ഫോക്കസ് ചെയ്ത് വരാം. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഘാട്ട് സെക്ഷനാണെന്ന് ഓർക്കണം. അന്നത്തെ കാലത്തെ ടെക്നോളജീസ് വെച്ച് പണിതാണ് അവർ. ഇന്നിപ്പോൾ ഈ ഘാട്ട് അവോയ്ഡ് ചെയ്തൊരു മറ്റൊരു ലൈൻ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി ചർച്ച നടക്കുന്നുണ്ട്. ഈ ഘാട്ട് അവോയ്ഡ് ചെയ്തിട്ട് പകരം വേറൊരു ലൈൻ, അതായത് ടണൽ ഉപയോഗിച്ചായിരിക്കും കയറാൻ പോകുന്നത്. കാര്യം ചുരം എന്തായാലും കയറിയേ പറ്റുള്ളൂ. അപ്പോൾ ടണൽസ് വഴി, കൊങ്കൺ റെയിൽവേ പോലെ ടണൽസ് വഴി കയറ്റം കയറി വരാനുള്ള എല്ലാ പരിപാടിയായിരിക്കും. എന്തോ ഒരെണ്ണത്തിനെ പറ്റി ഡിസ്കഷൻ നടക്കുന്നുണ്ട്, സംസാരം നടക്കുന്നുണ്ട്, ഹൈ സ്പീഡ് ലൈൻ വരുന്നതിനെ പറ്റി. അപ്പുറത്ത് അപ്പ് ലൈനിൽ കൂടെ ഒരു വാപ്പ് 7 ഹോളിൽ ട്രെയിൻ കയറി വരുന്നത്. വേഗം വാ വേഗം വാ വേഗം വാ. അത് ഏതാണെന്ന് കണ്ടിട്ട് വേണം നമുക്ക് മങ്കി ഹില്ലോട്ട് തിരിയാൻ. നല്ല സ്പീഡിൽ ട്രെയിൻ വരുന്നത്. ഘാട്ട് സെക്ഷൻ വലിയ സ്പീഡ് ലിമിറ്റ് ഒന്നുമില്ല, 60 km/h കണ്ടല്ലോ അവിടെയാണ്. ട്രോയപ്പുറത്തിന് 39001 വിശാഖപട്ടണം മുംബൈ LTT എക്സ്പ്രസ് ആണ്. ഈ നടുക്ക് കാണുന്നതാണ് കാറ്റ് സൈഡിങ്. വിശാഖപട്ടണം LTT, ഇപ്പോൾ LTT വിശാഖപട്ടണം എക്സ്പ്രസ്. അതിൻ്റെ ബാംഗ്ലൂർ ലോക്കോസ് ആയിരുന്നു, കാണാൻ പറ്റിയില്ല. ഇപ്പോൾ വരും ദാ വന്നു. ട്വിൻ കല്യാൺ വാക്സിൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മങ്കി ഹിൽ ക്യാബിൻ കടന്ന് നമ്മൾ ഇപ്പുറത്തെ നാഗ്നാഥ് ട്രെയിനിലോട്ട് കയറി. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലത്തെ ഡോറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാവൽ വാലി വ്യൂ ഒക്കെ മിസ് ചെയ്ത്.
എന്താ അതല്ലേ, ഫുൾ ട്രെയിൻ കാണാം. ഫുൾ ട്രെയിനൊന്നുമില്ല, എന്നാലും കാണാം. നമ്മളിപ്പോൾ നാഗ്നാഥ് ക്യാബിന് എത്തിയെന്ന് തോന്നുന്നു. ഒരു കൂട്ടം മലയാളികളുണ്ടായിരുന്നു ഇവിടെ, ബഹളം വയ്ക്കുകയും ഫോട്ടോ എടുപ്പ് ആഘോഷവും. അവിടെ റൈറ്റ് സൈഡിൽ മുകളിലോട്ട് കാറ്റ് സൈഡിങ് കയറി പോകുന്ന കാണാം. ഞാൻ ഡെക്കൻ ട്വിൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാറ്റ് സൈഡിങ്. ഇതായിരുന്നു ക്യാബിൻ, ഇതാണ് നാഗ്നാഥ് ക്യാബിൻ. പോകുന്നു നമുക്ക് പോകാനുള്ള ലൈൻ, നമ്മൾ പോകാനുള്ള ലൈനാട്ടോ കാണുന്നത്. നമ്മളിപ്പോൾ കറങ്ങി നമ്മൾ ആ ലൈൻ വഴി പാസ് ചെയ്തു. ഇനി ഏകദേശം ഒരു 10 കിലോമീറ്ററിന് മേലെ കാട്ട് ബാക്കിയുണ്ട്. ബ്യൂട്ടിഫുൾ. നമ്മളിപ്പോൾ വാസി തന്ന സ്ഥലമാണ് കാണുന്നത്. നമ്മൾ കുറച്ച് നേരം പാലത്തിന് മുകളിൽ നിന്ന് കാണിച്ചില്ല, നമുക്ക് പോണ ലൈനാണ്. ആ കാണുന്ന ലൈനാണ് കാണുന്നത്. അതിന് മുകളിൽ നിന്ന് നമ്മളത് കണ്ടത്. ഈ കാണുന്നതിൻ്റെ അറിവിൽ കോപ്പോളി ടൗൺ ആയിരിക്കണേ താഴെ കാണുന്നത്. കോപ്പോളി അല്ലെങ്കിൽ എൻ്റെ ആ പ്രാന്തപ്രദേശമാണ് താഴെ കാണുന്നത്. ഇതായിരുന്നു ലാസ്റ്റ് ക്യാബിൻ, ജാംറങ് ക്യാബിൻ. ജാംറങ് ക്യാബിൻ കഴിഞ്ഞപ്പോഴേക്ക് ഘാട്ട് ഏറെക്കുറെ കഴിയാറായി. കുറച്ചുകൂടി ഇറങ്ങാൻ ബാക്കിയുണ്ട്. നമ്മൾ ഈ ബാക്കിലൂടെ ഇറങ്ങി നമ്മൾ നേരെ പടശ്ശേരി പോയി കയറും. പാലം വയഡക്ട് നമ്പർ 1. ഇത് സ്റ്റോൺ ആർച്ച് ബ്രിഡ്ജാണ്. നമ്മളങ്ങനെ താഴെ എത്താറായി. താഴെ കൂടെ റെയിൽവേ ലൈൻ പോകുന്നുണ്ട്, കോപ്പോളിൽ നിന്ന് വരുന്ന റെയിൽവേ ലൈനാണ്.
കർജത്ത് സ്റ്റേഷനിലേക്ക് എത്തുകയായി. നല്ല വിശപ്പ്. ഇവിടെ മറ്റേ നമ്മുടെ വടപ്പാവ് ഉണ്ടല്ലോ, ബേഡേക്കറല്ലല്ലോ, ദിവാട്കർ. വടപ്പാവ് ഒരു പ്ലേറ്റ് മേടിക്കാൻ വെച്ച് കൂടെ കയറുന്നതാണ്. ഒന്നും കാണാനില്ലല്ലോ വടപ്പാവ് വരെയൊന്നും. കർജത്ത് സ്റ്റേഷൻ. ഇവിടെ സ്പാർട്ട് ഒരു WDP4Dയും ബാങ്കുറൊക്കെ ആയിട്ട് നിൽക്കുന്നു. മുന്നോട്ട് കയറാൻ പോകുന്നു. ഇതാണ് നമ്മുടെ ട്രെയിൻ അങ്ങോട്ട് പൻവേൽ വഴിയാണ് പോകുക. ഇവിടുന്ന് കർജത്തിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പൻവേൽ പോവും. പൻവേലിന് കലമ്പുളി, തലോജ, നീലജെ, ദിവ വഴി മുംബൈ CSMTയിലോട്ട് പോകും. അങ്ങനെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഇതിൻ്റെ റൂട്ടിൽ. ഇവിടെ നിന്നൊരു ട്രിപ്പിൾ വാക്സൺ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് ഇവരിനി മോസ്റ്റ്ലി ഉദ്യാൻ എക്സ്പ്രസ് എടുത്തോണ്ട് മുകളിലോട്ട് കയറിപ്പോവും. ഉദ്യാൻ എക്സ്പ്രസ് ഇവിടെ 10 മണിക്ക് വരും. നമ്മൾ ഉദ്യാനെ കാണാൻ സാധ്യതയില്ല. മണി 9:30 ആയതേ ഉള്ളൂ. നമ്മളും പുറപ്പെട്ടു. ഇന്ന് വടപ്പാവ് കഴിക്കാന്നുള്ള മോഹത്തിലായിരുന്നു ഞാൻ ഇവിടുത്തെ ഫേമസ് വടപ്പാവരെ പ്രതീക്ഷിച്ചു. പക്ഷേ ആരും നമ്മുടെ കോച്ചിനടുത്തുണ്ടായിരുന്നില്ല. സാറേ നമുക്ക് ബോംബെ പോയിട്ട് വടപ്പാവ് കഴിച്ചാൽ. WDP4D 40425 പൂനെ ഷെഡിൻ്റെയാണ്. ഈ പുള്ളി ഒരു സ്പാർട്ട് കാറിനായിട്ട് നിൽക്കുന്നത്. അത് സ്പാർട്ടാണ്, സെൽഫ് പ്രൊപ്പൽഡ് ആക്സിഡൻറ്റ് റിലീഫ് ട്രെയിൻ. സ്പാർട്ടനും ബാങ്കേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ പറ്റില്ല. അപ്പുറത്ത് കാണാം സ്പാർട്ടിൻ്റെ ബാങ്കർ. സ്പാർട്ടിന് 3 ലോക്കോസിൻ്റെ ബാങ്കേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കർജത്ത് സ്റ്റേഷൻ കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിൽ കയറുന്നു. മെയിൻ ലൈനിൽ കയറി അല്പം മുന്നോട്ട് കയറിയിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങി പൻവേൽ ലൈനിലോട്ട് കയറും. നമ്മുടെ ലോക്കോ പൻവേൽ ലൈനിലോട്ട് കയറുന്ന കാണാം. WCAM3 തന്നെ നമ്മുടെ ലോക്കോ. നമ്മൾ ഈ എന്താ പറയുന്നത്, EOG പവേർഡ് ആയതുകൊണ്ട് ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ സെക്ഷൻ ഒന്നും കടക്കുമ്പോഴൊന്നും നമ്മുടെ ഇത് കട്ടാവില്ല, പവർ കട്ടാവില്ല, AC ഓഫ് ആവില്ല. AC കണ്ടിന്യൂസ്ലി റണ്ണിങ് ആണ്. മറ്റേ സാധനം വാപ്പ് 7 ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ സെക്ഷൻ കട്ടാകുമ്പോൾ ഓരോ പ്രാവശ്യം ന്യൂട്രൽ സെക്ഷൻ കടക്കുമ്പോഴും ഇവൻ നമ്മുടെ AC ഓഫ് ആവും. ഇതിൽ ആ ഒരു പ്രശ്നമില്ല. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ബാങ്കറിലൊക്കെ നമ്മുടെ കൂട്ടത്തിന് ഓടി വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ അവിടെ സൈഡിങ് ലൈനിലോട്ട് കയറി അവിടെ വെയിറ്റ് ചെയ്യും. ഉദ്യാൻ എക്സ്പ്രസ് വരുമ്പോൾ നേരെ ബാക്കിൽ കയറി അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഈ കാണുന്ന പുതിയ കർജത്ത് സബർബൻ ടെർമിനസിൻ്റെ കൺസ്ട്രക്ഷനാണ്. പുതിയ സബർബൻ പ്ലാറ്റ്ഫോംസാണ് ഇവിടെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കർജത്തിൽ വന്ന് അവസാനിക്കുന്ന എല്ലാ സബർബൻ ട്രെയിൻ മിക്കവാറും ഇവിടെ വന്ന് കംപ്ലീറ്റ് ആവാൻ സാധ്യത. പണി നിന്ന് നടക്കുന്ന പോലെ ഉണ്ട് കണ്ടിട്ട്. ഇത് ശരിക്കും വർക്ക് നടക്കുന്നത് പൻവേൽ കർജത്ത് സബർബൻ കോറിഡോറിൻ്റെ ഭാഗമായിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത്യാവശ്യം വലുപ്പമുള്ള സ്റ്റേഷനാണ്. അപ്പോൾ മെയിൻ ലൈൻ ട്രെയിൻസ് എല്ലാം ഇവിടെ വന്ന് അവസാനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പൻവേൽ ലൈനിലോട്ട് കയറി. ഈ കർജത്ത് പൻവേൽ ലൈൻ നമ്മൾ ഇതിനു മുമ്പ് കവർ ചെയ്തിട്ടുണ്ട്. ഇത് 2ാമത്തെ പ്രാവശ്യം കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമത്തെ കവറേജ് കാര്യമായിട്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കവറേജ് എൻജോയ് ചെയ്യാം.
അപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് മെയിൻ ലൈനാണ്. മെയിൻ ലൈൻ അതൊരു ബ്രാഞ്ച് ലൈനാണ്. ഇത് കൂടാതെ ഒരു സബർബൻ കോറിഡോർ വരുന്നുണ്ട്, ഒരു ട്വിൻ ഡബിൾ ലൈൻസ് വരുന്നുണ്ട് വേറെ സെപ്പറേറ്റ്ലി. അത് MUTP പ്രോജക്റ്റിൻ്റെ കീഴിൽ പണിയുന്നുണ്ട്. അതിൻ്റെ അലൈൻമെൻറ്റ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ടണലിലോട്ട് കയറുകയായി. അങ്ങനെ ഈ റൂട്ടിലെ ഏക ടണൽ നമ്മൾ പാസ് ചെയ്തു. ഇനിയിപ്പോൾ ടണൽസ് ഒന്നുമില്ല. ഇതൊരു സിംഗിൾ ലൈൻ റൂട്ടാണ്. പൻവേൽ ഒരു സിംഗിൾ ലൈനാണ്. അതിൻ്റെക്ക് 2-3 സ്റ്റേഷനുണ്ട്. പക്ഷേ എവിടെ സ്റ്റോപ്പില്ല ട്രെയിന്. വണ്ടി നേരെ ഇനി പൻവേലിൽ നടന്നു. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പുതിയ സബർബൻ കോറിഡോർ എന്ന് പറഞ്ഞത്. റോക്ക് കട്ടിംഗ് ഒക്കെ ചെയ്യുന്നുള്ളൂ. സബർബൻ കോറിഡോറിന് 2-3 ടണലുണ്ട്. റൂട്ടിലത്തെ ഒരു സ്റ്റേഷൻ ചൗക്കാണ്. ചൗക്ക് അവിടെ പുതിയ പ്ലാറ്റ്ഫോംസിൻ്റെ പണി കാണാം. സബർബൻ ലൈൻ നമുക്ക് 2 ടണലുണ്ടായത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സബർബൻ ലൈൻ ടണലോട്ട് കയറി എന്ന് പറയുന്നത് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ടണലോട്ട് കയറി. നമുക്ക് ഈ റെയിൽവേയുടെ DRMും GM ഒക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ഇൻസ്പെക്ഷൻ കാർ വഴി നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഇവിടെ സൈഡിങ് ലൈൻസ് ഒക്കെ വന്നിട്ട് എക്സ്ട്രാ. മൊഹോപ്പേ സ്റ്റേഷനാണ്. നമ്മളൊരു ഫ്ലൈറ്റിന് ഓവർടേക്ക് 2 ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെ.
ഇതായിരുന്നു മൊഹോപ്പെ സ്റ്റേഷൻ. ഇനി ഒരു സ്റ്റേഷൻ കൂടെ ഉണ്ട് എൻ്റെ അറിവിൽ. നൂറ് 101 105 ഇവിടുത്തെ സ്പീഡ്. ഈ ചിക്കിലി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ കൂടെ ഉണ്ട്, അത് കഴിഞ്ഞാൽ പൻവേലായി. അത് മിസ്സായി. അതായിരുന്നു മുംബൈ പൂനെ എക്സ്പ്രസ്. ഇപ്പോൾ ചിക്കലി എന്ന് പറഞ്ഞ സ്റ്റേഷൻ പാസ് ചെയ്തു. ആ പാലം മിസ് ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു അതിനത്. നമ്മൾ പൻവേലെത്തുമ്പോൾ നമുക്ക് വൈകുന്നേരം പോകുന്ന ട്രെയിനാണ് വരുന്നത്. ഇതാണ് പുതിയ സബർബൻ കോറിഡോറിൻ്റെ പാലങ്ങൾ. ഈ പാലങ്ങൾ വഴിയാണ് സബർബൻ കോറിഡോർ വരാൻ പോകുന്നത്. അതിൻ്റെ മിസ്സിംഗ് ലിങ്ക്സ് ഒക്കെ വെച്ച് തുടങ്ങി. ആ താഴെ കൂടെ പോകുന്ന അകത്തോട്ട് പോകുന്ന റെയിൽവേ ലൈന് JNPTയിലോട്ട് പോകുന്ന പഴയ റെയിൽവേ ലൈനാണ്. അതിൻ്റെ സൈഡിൽ പുതിയ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറും വരുന്നുണ്ട്. പൻവേലിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 7 കയറുകയാണ്. പ്ലാറ്റ്ഫോം 6 ഏതോ ഒരു LHB ട്രെയിൻ കിടപ്പുന്നുണ്ട്. കളറായി നമുക്ക് കുറേ സ്പോട്ടിംഗ് ഉണ്ട്. ഇപ്പോഴത്തെ 2 വാഗണൈൻ ഹോൾഡ് ഫ്രൈറ്റേഴ്സ് കിടപ്പുണ്ട്. അതിൽ ഒരെണ്ണം LPG ടാങ്കറാണ്, മറ്റെന്താണെന്ന് കണ്ടുകൂടാ. നമ്മളങ്ങനെ പൻവേലിലേക്ക് ആഗതരാവുകയാണ്. ആ സ്തൂപം പോലുള്ള വലിയ ബിൽഡിങ് ഇതാണ്, ലോക്കോ പൈലറ്റ് ലോബിയാണ്. ഗോമോഡ് 32134 ആണ് ലോക്കോ. LPG ടാങ്കറാണത്. അപ്പോൾ നമ്മളങ്ങനെ പൻവേലിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് കോച്ചാന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും കേട്ടോ. ഈ കിടക്കുന്ന നന്ദേഡ് പൻവേൽ എക്സ്പ്രസ് ആണ്. നന്ദേഡ് പൻവേൽ എക്സ്പ്രസ്സിൽ പണ്ട് ഞാനൊരു ട്രിപ്പ് പോയിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി റൂട്ട് വഴി പോകുന്ന ട്രെയിനാണ്. ഇവിടെ സ്ഥിരം ഉണ്ടാവില്ല, സമോസക്കാരും കാണാറില്ല. വിസ്താടം കോച്ച് ആർക്കും വേണ്ട കേട്ടോ. ഒരു കച്ചവടക്കാരും പോലും ഈ സൈഡിലോട്ട് വരുന്നില്ല. ഗരീബ് രഥ് എക്സ്പ്രസ്സിനെ പുറത്ത് പിടിച്ചാണുള്ള കാരണം വെച്ചാൽ പ്ലാറ്റ്ഫോം 5 ഒരു റോഹ പാസഞ്ചർ അടക്കുന്നുണ്ട്. ഈ കാണുന്ന പൻവേലിലെ പുതിയ ടെർമിനൽ പ്ലാറ്റ്ഫോംസ് ആണ്. പൻവേൽ ടെർമിനൽ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾക്ക് വേണ്ടി പണിയുന്ന പുതിയ പ്ലാറ്റ്ഫോംസ് ആണ്. അതിന് എന്തൊക്കെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പണി നിന്ന് കിടക്കുമായിരുന്നു, ഇപ്പോൾ പണി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പൻവേലിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യായി 9:58. CBC റേക്കുമ്പോൾ ഒരു ജെർക്ക് വേണമല്ലോ. ജെർക്കില്ല, അത്യാവശ്യം നല്ല ഡ്രൈവറാണ്, നല്ല LP ആണ്. ഡ്രൈവറെന്ന് വിളിക്കാൻ പാടില്ല, ലോക്കോ പൈലറ്റാണ്. ഇത് പുതിയ ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ, പുതിയ പൻവേൽ ടെർമിനസിൻ്റെ സ്റ്റേഷൻ കൺസ്ട്രക്ഷനാണ്. ഇത് കുറേ കാലത്ത് നിന്ന് കിടക്കുക. ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. കാര്യം അപ്പർ ഡെക്ക് വാർക്കാനുള്ള ഷട്ടറിങ് ചെയ്യുന്നുണ്ട് അവർ. അപ്പർ ഡെക്ക് വാർക്കാൻ പോകണം ഇവിടെ. സബ്വേയുടെ കൺസ്ട്രക്ഷൻ ആണെന്ന് തോന്നുന്നു. ഫൈനലി പണി നടക്കുന്നുണ്ട്. പൻവേൽ ടെർമിനസ് ഇസ് ബാക്ക്.
ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ ആക്ച്വലി വൈകുന്നേരം ഇതുവഴി തന്നെയാണ് പോകുന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾ പ്ലാറ്റ്ഫോം സൈഡിലായിരിക്കും നോക്കുന്നത് കൂടുതലും. ആ നാന്ദേഡ് എക്സ്പ്രസ്സിന് ഒരു വാബ് 4 ആയിരുന്നു ലോക്കോ. ഇനി ഞാൻ മിക്കവാറും സീറ്റിൽ പോയിരിക്കും കേട്ടോ. ഞാൻ കുറേ നേരം ഡോറിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. 900 രൂപ ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലേ, അകത്ത് കുറച്ചൊരു ഇരിക്കണ്ടേ. അപ്പോൾ ഈ സ്റ്റേഷന്, ഈ പുതിയ ടെർമിനസിന് ഇവിടുന്ന് ഒരു ഡെഡിക്കേറ്റഡ് ഷണ്ടിങ് ലൈൻ ഉണ്ട്. ഷണ്ടിങ് ലൈൻ്റെ വർക്ക് ഓൾറെഡി കഴിഞ്ഞു. ഈ കാണുന്നതാണ് ഷണ്ടിങ് ലൈന്. ഈ ഷണ്ടിങ് ലൈന് നേരെ കലമ്പുള്ളിയിലേക്ക് പോകും. എനിക്കൊന്ന് സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടമാണെന്ന് തോന്നുന്നു. അതും ഇവരുടെ ഓഫീസേഴ്സിൻ്റെ വല്ലതും ഗസ്റ്റ് ഹൗസോ വല്ലതും ആണോ അറിയാൻ മേല. ടെർമിനസ് ആവുന്നതിൻ്റെ എല്ലാമായിരിക്കും. റൈറ്റ് സൈഡിൽ ഹാഫ് ബിൽഡായിട്ട് കിടക്കുന്നതാണ് ഷണ്ടിങ് ലൈൻ. ഈ ലൈനങ്ങ് കലമ്പുള്ളി വരെ ഉണ്ട്. കലമ്പുള്ളിയിലാണ് ഇത് വരുന്നത്, കോച്ചിങ് ഡിപ്പോ വരുന്നത്. അപ്പോൾ ഈ ലൈൻ ഉപയോഗിച്ച് ഇവിടുത്തെ കോച്ചുകൾ, ഇവിടെ വെച്ചുന്ന ട്രെയിനുകൾ അവർക്ക് ഷണ്ട് ചെയ്ത് കലമ്പുള്ളി വരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഒരു അഡീഷണൽ ഷണ്ടിങ് ലൈൻ പണിതിരിക്കുന്നത്. ആ ഷണ്ടിങ് ലൈൻ കലമ്പുള്ളി സ്റ്റേഷന് പാരലായിട്ട് പുതിയ കോച്ചിങ് ഡിപ്പോ വരെ ഉണ്ട്. അവിടെ IOH ഷെഡും പിറ്റ് ലൈനുകളും എല്ലാത്തിനും പണി നടക്കുന്നുണ്ട്. അപ്പോൾ പണിയൊക്കെ നിന്ന് കിടക്കുമായിരുന്നു, ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ടായെന്ന് തോന്നുന്നു. ഈ സ്ട്രെച്ച് ദിവ വരെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ഒന്നിന് പുറകെ ഫ്രൈറ്റ് കിടക്കുന്ന കാണാൻ പറ്റും. പൻവേൽ മെമ്മു വരുന്നു, ചിലപ്പോൾ വസൈന്ന് വരെ വരുന്നതായിരിക്കും. ഇതാണ് പുതിയ കലമ്പുള്ളി ടെർമിനസിൻ്റെ IOH ഷെഡ്. പൻവേൽ ടെർമിനസിന്, കലമ്പുള്ളി ടെർമിനസ് അല്ല, പൻവേലാണ് ടെർമിനസ്. കോച്ചിങ് ഡിപ്പോ വരുന്നത് കലമ്പുള്ളിയിലാണ്. അപ്പോൾ ആ ഷണ്ടിങ് ലൈൻ ഇവിടെ വരെ ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത ഫ്രൈറ്റർ കിടക്കുന്നുണ്ട്. ഈ കാണുന്ന വർക്ക്, ഈ മുകളിൽ കാണുന്ന ഡെക്ക് വർക്ക്, ഇത് വെസ്റ്റേൺ ഡിജിറ്റൽ ഫ്രൈറ്റ് കോറിഡോറിൻ്റെയാണ്, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെയാണ്. DFC ലൈൻ ഇവിടെ വെച്ച് മെയിൻ ലൈനെ ക്രോസ് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് പിടിക്കാൻ വേണ്ടിയാണത്. ആ കാണുന്നതാണ് DFC ലൈന്. താഴെയുള്ള ലൈനുകൾ കോച്ചിങ് ഡിപ്പോൻ്റെയാണ്, മുകളിലത്തെ ലൈനാണ് DFCയുടെ ലൈൻ. ഇവിടെ ട്വിൻ വാഗ് 7 ഹോൾഡ് ഫ്രൈറ്റ് കിടക്കുന്നു. ഗുണ്ടക്കലിൻ്റെ വാഗ് 7 ആണ്. ഇതിൽ ക്രൂ ഇല്ല. ഇതാണ് കലമ്പുള്ളി സ്റ്റേഷൻ. കലമ്പുള്ളി എന്നൊക്കെ പറയുന്നത് വളരെ പേഴ്സണലി അറ്റാച്ച്മെൻ്റ് ഉള്ള സ്ഥലങ്ങളാണ്. ഇതൊരു ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പാണ് കലമ്പുള്ളി. ഇതിൽ നിറച്ച് ഈ ഗോഡൗണുകളും പിന്നെ അതുപോലെ വെയർ ഹൗസുകളും അങ്ങനത്തെയൊക്കെ
ഫ്രൈറ്റ് ഹാൻഡ്ലിങ് ഏരിയ ആയിരുന്നു കളമ്പുള്ളി എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു വലിയ ട്രക്ക് ടെർമിനലും ഉണ്ടായിരുന്നു. അത് ബിക്കോസ് ഈ ഫ്രൈറ്റ് ഹാൻഡ്ലിംഗ് ഉള്ളതുകൊണ്ട് ഒരു ഹ്യൂജ് ട്രക്ക് ടെർമിനലും ഉണ്ടായിരുന്നു. അതല്ലാണ്ട് കളമ്പുള്ളിയിൽ വേറൊന്നുമില്ല. അപ്പോൾ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ താമസവും ഒക്കെ ആയിരുന്നു കളമ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്. പിന്നെ ഇവിടുന്ന് കുറച്ച് മാറി കുറച്ച് പ്രീമിയം കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ പിന്നീട് വന്നു. പക്ഷേ പണ്ട് കാലത്ത് അതൊരു അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു അത്. കളമ്പുള്ളി ഇമോഷണൽ സപ്പോർട്ട് തന്നെ എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വെയർ ഹൗസ് ആയിരുന്നു അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ ഓഫീസ് അവിടെയായിരുന്നു. ഇത് കളമ്പുള്ളി പിറ്റ് ലൈൻസ്, അതിൻ്റെ ഓഫീസ് കോംപ്ലക്സാണ് അപ്പുറത്ത് കാണുന്നത്. ഹ്യൂജ് ഓഫീസ് കോംപ്ലക്സ്. എനിക്ക് തോന്നുന്നു റണ്ണിങ് റൂംസും ചിലപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്. അതിനപ്പുറത്ത് WDFCയുടെ വർക്ക് നടക്കുന്നതും കാണാം. നമ്മളിപ്പോൾ ദാത്തിവലി സ്റ്റേഷനിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ദിവയിലോട്ടുള്ള ലൈൻ. നമ്മളിപ്പോൾ ദിവ ലൈനിലോട്ട് കയറി ആ ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈനുകൾ നേരെ ടുവേർഡ്സ് വസായി പോകും. ഈ റൈറ്റിൽ കാണാണ് വസായിലോട്ട് പോകുന്ന ലൈന്. ഈ ലൈനാണ് വസായിലോട്ട് പോകുന്നത്. നമ്മൾ ഈ ലൈൻ വഴി 2-3 പ്രാവശ്യം ട്രിപ്പ് പോയിട്ടുണ്ട്. നമ്മൾ ടുവേർഡ്സ് ദിവ തിരിഞ്ഞു. നമ്മൾ നേരെ ദിവ ജംഗ്ഷനിൽ പോയിട്ട് ദിവ ജംഗ്ഷനിൽ നിന്ന് അങ്ങനെ ടുവേർഡ്സ് താനെ പോകും. നമ്മുടെ അടുത്ത സ്റ്റോപ്പിൽ താനയിലാണ്. നമ്മൾ വൈകുന്നേരം ഇതേ വഴി കൂടെ തന്നെ വരാൻ പോകുന്നത്. രാവിലെ പോകുന്ന വഴികൾ ഇതേ വഴി കൂടെ തന്നെയാണ് വൈകുന്നേരം നമ്മുടെ യാത്ര. നമ്മൾ ഗരീബ് രഥത്തിൽ സെയിം വഴി കൂടെ വരും. ആ കാണുന്ന മെയിൻ ലൈനാണ്. അത് ഒരു മെയിൻ ലൈൻ ലോക്കലായിരുന്നു പോയത്. പ്ലാറ്റ്ഫോം ലൈൻ വഴി തന്നെയാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ മാംഗ്ലൂർ CSMT സൂപ്പർ ഫാസ്റ്റിന് വന്നപ്പോൾ ഞാനന്ന് ഭയങ്കര ലേറ്റായിരുന്നു. അന്ന് ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോം ലൈനിൽ വന്നിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അന്ന് അവർ മെയിൻ ലൈൻ വഴി കയറ്റി, അപ്പോഴത്തെ ലൂപ്പ് ലൈൻ വഴി കയറ്റി വിട്ടു. പതിനൊന്ന് 25 മറ്റോ ആണ് നമ്മുടെ മുംബൈ CSMT അറൈവൽ ടൈം. സമയത്തെത്തുമെന്ന് തോന്നുന്നില്ല. നമ്മളോട് നിർത്തുകയല്ല, നമ്മൾ ജസ്റ്റ് സ്ലോ ഡൗൺ ചെയ്താണ് നമ്മുടെ പോയിൻറ്റ്സ് കിടക്കാൻ വേണ്ടി. പോയിൻറ്റ്സ് കിടക്കാൻ വേണ്ടി മാത്രം സ്ലോ ഡൗൺ ചെയ്താണ്. നമ്മളിത് കടന്ന ഉടനെ നമ്മൾ മെയിൻ ലൈനിലേക്ക് ജോയിൻ ചെയ്യും. ഇതെന്തോ ഒരു ഓഫീസാണല്ലോ കിട്ടുന്നത്. ഇവിടെ ടോയ്ലറ്റ് ആയിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഇവിടെ 6 സെറ്റ് ലൈനുകളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം. അതിൽ എക്സ്ട്രീം ലെഫ്റ്റിലുള്ള 2 സ്ലോ ലൈനാണ്. അത് കഴിഞ്ഞുള്ള 2 ഫാസ്റ്റ് ലൈനാണ്. അത് കഴിഞ്ഞിട്ടുള്ള 2 5th and 6th മെയിൻ ലൈൻസാണ്. നമ്മൾ ഈ 5th and 6th മെയിൻ ലൈൻസ് വഴിയിലോട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 6th ലൈനിലോട്ട് നമ്മൾ കയറി ഓൾറെഡി. ഇനി വെച്ച് പറപ്പിച്ചങ്ങ് പോകാം, അത്രേ ഉള്ളൂ. പറപ്പിച്ച് ഇവിടെ വാപ്പാ. ഇനി അവിടെ സബർബൻ ലൈൻസ് അങ്ങോട്ട് പോകുന്നു കാണാം ലെഫ്റ്റോട്ട്.
അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മുടെ കഥ അറിയാം. നമ്മുടെ ചാനലിൻ്റെ പേര് വന്നത് ഇവിടുത്തെ പ്ലാറ്റ്ഫോം നമ്പർ 7 കാരണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന പ്ലാറ്റ്ഫോം 8ലേക്കാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തിലാണ് പ്ലാറ്റ്ഫോം 7. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം 7 ആണ് നമ്മുടെ ചാനലിൻ്റെ പ്ലാറ്റ്ഫോം 7 ആയി മാറിയത്, നമ്മുടെ ചാനലിൻ്റെ പേരിന് കാരണമായത്. ഇത് കൂടാതെ ഒരു പ്ലാറ്റ്ഫോം 7 കൂടെ, അത് കുർളയിലാണ്. അത് ഞാനിന്ന് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരു ലോക്കൽ യാത്രയുടെ. അതിൽ നമ്മൾ കുർളയിലെ പ്ലാറ്റ്ഫോം നമ്പർ 7 വഴി നമ്മൾ കടന്നു പോകും. അപ്പോൾ നമ്മൾ ഥാനയിലെ പ്ലാറ്റ്ഫോം നമ്പർ 8ലാണ് എത്തിയിരിക്കുന്നത്. 7 നമ്മുടെ തൊട്ടടുത്ത പ്ലാറ്റ്ഫോമാണ്. സമയം 10:47. നമ്മൾ ഥാനയിലെത്തി കഴിഞ്ഞു. ഇവിടെ റൈറ്റ് സൈഡ് കിടക്കുന്ന ലോക്കൽ പൻവേലിലേക്ക് അല്ലെങ്കിൽ വാശിയിലേക്ക് വന്ന ട്രാൻസ് ഹാർബർ ലൈൻ ലോക്കലാണ്. അത് പുറപ്പെട്ടു. നമ്മൾ മെയിൻ ലൈനിലാണ്. നമ്മൾ മെയിൻ ലൈനിലല്ല, ശരിക്കും പറഞ്ഞാൽ 5th 6th ലൈനിലാണ് നമ്മൾ ഇനിയിപ്പം മെയിൻ ഫാസ്റ്റ് ലൈനിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യും. അതിപ്പോൾ ഇവിടെ വെച്ച് ജോയിൻ ചെയ്യുമോ, നമ്മളത് ഘാട്ട് കോപ്പർ വരെ ഇതുവഴി തന്നെ പോയിട്ട് പിന്നെ ഘാട്ട് കോപ്പറിൽ നിന്നാണ് അങ്ങോട്ട് കയറാൻ പോകുന്നതെന്നുള്ള അറിയില്ല. അത് നമുക്ക് എന്തായാലും കണ്ടറിയാം. നമ്മളങ്ങനെ ധാനയിൽ നിന്ന് പുറപ്പെട്ട സമയം 10:49. 2 മിനിറ്റ് കിടന്നു. 47 വന്ന് 49 വിട്ട സ്ഥിതിക്ക് നമ്മളിപ്പോൾ മിക്കവാറും മെയിൻ ലൈൻ വഴി തന്നെ, മീൻസ് ഈ ലൈൻ വഴി തന്നെ കുറച്ച് ദൂരം പോകും. ചിലപ്പോൾ ഘാട്ട് കോപ്പർ വരെയോ വല്ല ഈ ലൈൻ വഴി പോയിട്ട് പിന്നെ ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനായിരിക്കും. CSMTയിലോട്ടുള്ള ഫാസ്റ്റ് ലോക്കലാണ്. ഇന്നൊരു അവധി ദിവസമാണ്, പക്ഷേ ബോംബെക്ക് അവധി ദിവസം ഒന്നൊരു പ്രശ്നമല്ല, തിരക്ക് കണ്ടോ. നമ്മൾ പറയാം, ഒരു പണ്ട് നമ്മുടെ നാഷണൽ എഗ് കോർഡിനേഷൻ അവരൊരു പരസ്യം ഉണ്ടായിരുന്നു, മൺഡേ ഹോയ സൺഡേ റോസ് കാവോ അണ്ടേ എന്ന് പറഞ്ഞാൽ മൺഡേ ഹോയ സൺഡേ റോസ് കാഹേ ദന്ത. ബോംബെയുടെ ബിസിനസ് ഒരു ദിവസം അടയില്ല. അവർക്ക് മൺഡേ സൺഡേ ഒന്നും പ്രശ്നമല്ല. ഏത് ദിവസമായാലും ബോംബെ ഈസ് വർക്കിംഗ്, ബോംബെ ഈസ് ഫുള്ളി ഓൺ. പിന്നെ ഈദിൻ്റെ അവധി ദിവസമാണ്, എന്നിട്ടും കൂടിയുള്ള തിരക്കാണ് ഈ കാണുന്നത്. നമ്മളിത് ലൈൻ സ്വിച്ച് ചെയ്യുന്നു. നമ്മളിത് EMU നമ്മളിങ്ങനെ ഓവർടേക്ക് ചെയ്താൽ കയറാൻ പോവാണ്. അവിടെ നിൽക്കുക ബ്രോസ്, ഞങ്ങൾ പോയിട്ട് പോവാം. നമ്മൾ ഈ സാധനം, ഈ ട്രാക്കെല്ലാം കടന്നുകൊണ്ട് കയറാൻ സമയം കുറച്ച് പിടിക്കും. കാര്യം ഒന്ന്, നമ്മൾ ലോക്കോ ഹോൾഡ് ട്രെയിനാണ്, പവർ കുറവാണ്. ക്യാമ്പ് 3 ഏകദേശം 6000 HP ഉണ്ട്. WCAM 3 ഏകദേശം 5000-6000 HP ഉണ്ട്. കുഴപ്പമില്ല. ഇത്ര നീളമുള്ള റേക്കല്ലേ, 16 കോച്ചുള്ള റേക്കിനെ പതുക്കെ വലിച്ചു കയറ്റാൻ പറ്റുള്ളൂ. അതായിരുന്നു മുംബൈ CSMTയിലോട്ടുള്ള ഫസ്റ്റ് ലോക്കൽ. നമ്മളിതാ ത്രൂ ഫാസ്റ്റ് ലൈനിലേക്ക് ജസ്റ്റ് കയറുന്നു. മിക്കവാറും ഈ ലൈനിൽ ഫ്രണ്ടിൽ വേറെ ഏതെങ്കിലും ട്രെയിൻ മറ്റേ LTTയിലോട്ട് കയറാൻ നിൽക്കുന്നുണ്ടാവും. നമ്മൾ സ്പീഡ് പിടിച്ചു തുടങ്ങി. കണ്ടോ, നമ്മൾ ലാസ്റ്റ് കോച്ചിൽ നമ്മൾ പകുതിയായപ്പോൾ സ്പീഡ് പിടിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ വെച്ചലക്കി പോകുക തന്നെ, ഇത്ര തന്നെ. നമുക്ക് അടുത്ത സ്റ്റോപ്പിന് ദാദറിലാണ്.
ആ കാണുന്ന മക് സ്പെഷ്യൽ. അങ്ങനെ നമ്മൾ മുംബൈയിലെ ഏറ്റവും ബിസിയസ്റ്റ് സ്റ്റേഷനായ ദാദറിലേക്ക് എത്തുകയാണ്. എനിക്ക് നല്ല വിശപ്പായിട്ടോ. രാവിലെ 6 മണിക്ക് കഴിച്ച 6:30 കഴിച്ച ഇഡ്ഡലിയൊക്കെ ആവിയായിപ്പോയി. 6:45. മണിക്കൂർ കുറച്ചായാലോ, 4 മണിക്കൂറായി. സമയം ഇപ്പോൾ 11:10. കിടക്കുന്നത് ഹുബ്ലി ദാദർ എക്സ്പ്രസ് ആണ്. ലെഫ്റ്റ് സൈഡിലുള്ളത് ഫ്രഷ് റൈറ്റ് ആയിരുന്നു. റൈറ്റ് സൈഡിൽ അകത്ത് കിടക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇന്നലെ വന്ന ട്രെയിനായിരിക്കും. നമ്മളിന്നലെ പൂനെ വരെ യാത്ര ചെയ്ത വണ്ടിയാവാൻ സാധ്യതയുണ്ട്. അല്ലെന്ന് തോന്നുന്നു. അവിടെ ഒരു WCAM2 ഉറപ്പുണ്ട്. ഇതാണ് ദാദർ. ദാദറിലെ പ്ലാറ്റ്ഫോം എൻ്റെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പം നമ്മളങ്ങനെ ദാദറിലേക്ക് എത്തി. ഭുസാവലിലെ ലോക്കലുകളുടെ ഒരു കമനീയ ശേഖരമാണ് ഇവിടെ. അറ്റത്ത് കാണുന്നത് വെസ്റ്റേൺ റെയിൽവേയുടെ ട്രെയിനാണ്. അങ്ങേ അറ്റത്ത് കാണുന്നത് വെസ്റ്റേൺ റെയിൽവേയുടെ ലോക്കൽ ട്രെയിൻ. WR ലൈനാണത്. അപ്പം അങ്ങേറ്റത്ത് കൂടെ ഫാസ്റ്റ് പോകുന്ന ലോക്കലും വെസ്റ്റേൺ റെയിൽവേയുടെ ട്രെയിനാണ്. നമ്മൾ CR ലൈൻ ഇടയ്ക്ക് ഒരു വേലി കാണുന്നില്ല. ആ വേലിയാണ് CRഉം WRഉം തമ്മിലുള്ള അതിർത്തി. അതിനപ്പുറത്തൊരു WR ആണ്, ഇപ്പുറത്തെ CR ആണ്. ഇത് പരേൽ സ്റ്റേഷനാണ് നമ്മുടെ CRൻ്റെ. വെസ്റ്റേൺ റെയിൽവേയുടെ പ്രഭാദേവി സ്റ്റേഷനാണ്. കുറച്ച് ദൂരം ഇങ്ങനെ പാരലായിട്ട് വരും. അത് കഴിയുമ്പോൾ പിന്നെ രണ്ട് വഴിക്ക് പോകും. അത് വെസ്റ്റേൺ റെയിൽവേയുടെ പരേൽ വർക്ക്ഷോപ്പാണ്. ഇപ്പോൾ രണ്ട് വഴിക്ക് പോയി. അവർ അങ്ങോട്ടും പോയി, നമ്മളിങ്ങോട്ടും പോയി. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ബൈഖള സ്റ്റേഷൻ കഴിഞ്ഞു. ഇനിയിപ്പം മസ്ഗാവ് യാർഡ് ലെഫ്റ്റ് സൈഡിൽ വരും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ സാൻഡസ് റോഡും മസ്ജിദും വഴി നേരെ മുംബൈ CSMTയിലോട്ട് പ്രവേശിക്കും. അപ്പോൾ മുംബൈ CSMTയിലോട്ട് എത്തുന്നതോടുകൂടി നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കും. നമ്മൾ പിന്നെ വൈകുന്നേരം ലോക്മാന്യ തിലക് ടെർമിനസിൽ നിന്ന് ഗരീബ് രഥ് എക്സ്പ്രസ്സിന് അത് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതാണ് അടുത്ത വീഡിയോ എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഇത് കൂടാതെ 2 കുഞ്ഞു വീഡിയോകളും കൂടി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരെണ്ണം മുംബൈ CSMT സ്റ്റേഷന് പുറത്തുള്ള കുറച്ച് സ്നാക്സ് ഷോപ്പുകൾ, ഇപ്പോൾ നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. അങ്ങനത്തെ കുറച്ച് കടകളുടെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പിലത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റൊരു ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു പേഴ്സണൽ ചാനൽ. ഇതാണ് മസ്ഗാവ് യാർഡ് കോച്ചിങ് ഡിപ്പോണ്. എനിക്ക് തോന്നുന്നു ഇവൻ നമ്മുടെ ഡെക്കൻ ക്വീൻ ഇവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു സെക്കൻഡ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നോൺ ട്രെയിൻ റിലേറ്റഡ് സാധനങ്ങൾ, ഫുഡ്, പിന്നെ ട്രാവൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തൊരു വേറൊരു ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ചാനലിലായിരിക്കും മോസ്റ്റ്ലി ഞാൻ ആ ഫുഡ് വീഡിയോസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തേക്കാം. അതുകൂടാതെ നമ്മളൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ മുംബൈ CSMT സ്റ്റേഷനിൽ നിന്ന് ലോക്മാന്യ തിലക് ടെർമിനസിലിട്ട് ലോക്കൽ ട്രെയിൻ ഒരു യാത്ര പോകും. അതും കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബോംബെയിൽ വരുന്നവർക്ക് അതൊരു യൂസ്ഫുൾ ടിപ്പ് കിട്ടുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെറുതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽസ്. എന്നിരുന്നാലും ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നായിരിക്കുന്നു ഇപ്രാവശ്യം. കാരണം ഹാർബർ ലൈൻ ഒരു അടിപൊളി ലൈനാണ്, ഒരു അടിപൊളി റൂട്ടാണത്. ആ റൂട്ടിലെ വിഷ്വൽസ് കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ചെയ്യാനായിരിക്കുന്നു. ഇതൊരു പുതുപുത്തൻ EMU പോകുന്നു, 248328 പുതുപുത്തൻ ലോക്കലാണ്. സാൻത്രസ് റോഡായിരുന്നു. സാൻത്രസ് റോഡ് ഒരു ബൈ ലെവൽ സ്റ്റേഷനാണ്. മുകളിലൊരു ലെവലും കൂടി ഉണ്ട്. മുകളിലത്തെ ലെവൽ ഹാർബർ ലൈനാണ്. ഹാർബർ ലൈൻ എന്ന് പറയുന്നത് അതാ അവിടെ മുകളിൽക്കൂടെ ട്രെയിൻ വന്നുണ്ടോ, അടിപൊളി മുകളിൽക്കൂടെ ട്രെയിൻ വരുന്നുണ്ടോ, അതാണ് ഹാർബർ ലൈന്. നമ്മൾ ആ ലൈൻ വഴിയാണ് കുർളയിലേക്ക് ലോക്മാന്യ തിലക് ടെർമിനസിലേക്ക് പോവുക. ഞാൻ അതിൻ്റെ ഒരു വിഷ്വൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഫ്ലൈ ഓവർ. ഈ ഫ്ലൈ ഓവർ കയറിയാണ് ഹാർബർ ലൈൻ ട്രെയിൻസ് പോവുക. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതും വരുന്നുണ്ട്. അത് നമ്മുടെ ചാനൽ, അത് പ്ലാറ്റ്ഫോം ചാനൽ തന്നെ വരും. അത് മറ്റേ ചാനലല്ല, മറ്റേ ചാനലിൻ്റെ പേര് ബിനയ് ശങ്കർ എന്നാണ് മറ്റേ ചാനലിൻ്റെ പേര്. അപ്പോൾ അത് ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ നമ്മൾ മുംബൈ CSTയിലൂടെ ജസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ മുംബൈ CSMTയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. മുംബൈ CSMTയിലോട്ട് അടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ചധികം ട്രാക്കുകൾ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലുള്ള ട്രാക്ക് ഒരു ഷണ്ടിങ് ലൈനാണ്. അത് ബേസിക്കലി മുംബൈ CSMTയിൽ നിന്ന് മസ്ഗാവിലേക്ക് നേരത്തെ കാണിച്ച കോച്ചിങ് ഡിപ്പോയിലേക്ക് ട്രെയിനുകൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ഷണ്ടിങ് ലൈൻ മാത്രമാണത്. പിന്നെയുള്ള 2 ലൈനുകൾ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പ് ഫാസ്റ്റ് ലൈനിലാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് സ്ലോ ഫാസ്റ്റ് ലൈനാണ്, ഡൗൺ ഫാസ്റ്റ് ലൈനാണ്. അതിനപ്പുറത്ത് ലോക്കൽ ട്രെയിൻ ഇപ്പോൾ കിടക്കുന്നത് അപ്പ് സ്ലോ ലൈനിലാണ്. അതിനപ്പുറത്ത് ഡൗൺ സ്ലോ ലൈനും അതിനപ്പുറത്ത് ഹാർബർ ലൈൻസും ആണുള്ളത്. ഹാർബർ ലൈനിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് ഇത് കഴിഞ്ഞാണ് ഹാർബർ ലൈനിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് ഹാർബർ ലൈനിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം. നമ്മളിപ്പോൾ മുംബൈ CSMT സ്റ്റേഷനിലോട്ട് കയറാൻ പോവാണ്. ഈ റൈറ്റ് സൈഡിലുള്ള യാർഡൊക്കെ മുംബൈ CSMT സ്റ്റേഷൻ്റെ ഭാഗമാണ്. നമ്മൾ ജസ്റ്റ് മുംബൈ CSMTയിലോട്ട് കയറുന്നു. എക്സ്ട്രീം ലെഫ്റ്റിലുള്ളത് പ്ലാറ്റ്ഫോം 18 ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഈ നമ്പർ എനിക്ക് അത്രയും കൂടെ ഓർമ്മ കിട്ടുന്നില്ല. 18 ആണെന്ന് തോന്നുന്നു എക്സ്ട്രീം ലെഫ്റ്റിലുള്ളത്. നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണ് പോകുന്നത് എനിക്കറിയില്ല. പ്ലാറ്റ്ഫോം എൻട്രി ഒന്ന് പിടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യം നമുക്ക് പ്ലാറ്റ്ഫോം എൻട്രി കിട്ടുന്നില്ലായിരുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് നമ്മൾ കയറി കഴിയുമ്പോൾ പ്ലാറ്റ്ഫോം നമ്മുടെ റൈറ്റ് സൈഡിൽ അല്ല ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിലാണെന്ന് തോന്നുന്നു. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതിനിടയിൽ കൂടെ ഒരു വാപ്സാൻ കയറി വരുന്നുണ്ട്. വാപ്സാൻ ഒറ്റയ്ക്കാണ്, ട്രെയിനൊന്നുമില്ല. അജിനിയുടെ ആണ് 30266. അപ്പോൾ പ്ലാറ്റ്ഫോം റൈറ്റ് സൈഡിലാണ്. നമ്മൾ ട്രിപ്പ് ഷെഡിനെ ചുറ്റി കറങ്ങിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ മിക്കവാറും 8, 9, 10 ഏതെങ്കിലും ഒരെണ്ണത്തിലേക്കായിരിക്കും പോകുന്നത്. 8 അല്ലെങ്കിൽ 9 നമ്മൾ പോകുന്നത്. ഈ റേക്കിനെ ഷണ്ട് ഔട്ട് ചെയ്യാനുള്ള ലോക്കാണെന്ന് തോന്നുന്നത്. കുർള ഷെഡിൻ്റെ WDS 36309 കിടക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉദ്യാൻ എക്സ്പ്രസ്സിന് പോയപ്പോൾ ആ വാപ്പ് 4 കിടക്കുന്ന ലൈനിൽ നിന്നായിരുന്നു നമ്മൾ പോയത്. പ്ലാറ്റ്ഫോം 10 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മുംബൈ CSMTയുടെ ഡോം നിങ്ങൾക്ക് കാണാം. നല്ല ഐക്കോണിക് ഡോമാണിത്. കുറേ WDP4Ds കിടക്കുന്നുണ്ട്. ഒന്നിനും ഇപ്പോൾ റെഗുലർ ഇതില്ല കേട്ടോ, വർക്കില്ല. എല്ലാം ഷണ്ടിങ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. WDPസിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു. ഇതാണ് മുംബൈ CSMT ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. ഇവിടെ പണ്ട് WCG2ഉം WCAM 3യും മാത്രമേ ഉണ്ടാവാറുള്ളൂ. അത് പോയിട്ട് ഇപ്പോൾ ഇവിടെ വാപ്പ് 7ഉം വാപ്പ് 4ഉം ഒക്കെ ഉണ്ട്. കാലം പോയൊരു പോക്കെ. പ്ലാറ്റ്ഫോം നമ്മുടെ സൈഡിൽ തന്നെയാണ്, താങ്ക് ഗോഡ്. മുംബൈ CSMTയിലോട്ടുള്ള അറൈവൽസ് എനിക്ക് മുഴുവനായിട്ട് എടുക്കാനേ പറ്റാറില്ല. എല്ലാ പ്രാവശ്യവും നമ്മൾ കയറി വരുമ്പോൾ പ്ലാറ്റ്ഫോം നമ്മൾ നോക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പ്ലാറ്റ്ഫോം വരും. അങ്ങനെ നമ്മൾ ജസ്റ്റ് മുംബൈ CSMTയിലോട്ട് കയറുന്നു. ഈ കിടക്കുന്നത് ഹുസൈൻ സാഗർ എക്സ്പ്രസ് ബാർ മുംബൈ എക്സ്പ്രസിൻ്റെ റേക്കാണ്. ഹൈദരാബാദ് എന്ന് പറഞ്ഞത്. അതൊരു സ്റ്റേബിളിംഗ് ലൈനാണത്. സ്റ്റേബിളിംഗ് ലൈൻ അല്ല, ഒരു പിറ്റ് ലൈനാണത്. ഇതിനിവിടെ സെക്കൻഡറി അറ്റൻഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. വെറുതെ അവിടെ കയറ്റി പാർക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മളങ്ങനെ മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 8ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര അവസാനിച്ചു. ഇതായിരുന്നു നമ്മുടെ കോച്ച്. സീറ്റിന് അപ്പോൾസ്റ്റ് ഞാൻ കാണിച്ചില്ലാന്ന് തോന്നി. അതാണ് സീറ്റ് കണ്ടില്ലേ കണ്ടോളൂ. ഇത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ടതിന് മുമ്പിൽ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ നമുക്കിറങ്ങാം. ഇതിന് ലഗേജ് വയ്ക്കാൻ സെപ്പറേറ്റ് റാക്കാണ്. ഇതാണ് നമ്മുടെ ബാഗ്. ഇവിടെ തന്നെ ഉണ്ട്. നല്ല വെയിറ്റാണ്, ആരും കൊണ്ടുപോയില്ല. അപ്പോൾ നമ്മളങ്ങനെ പ്രഗതി എക്സ്പ്രസ്സിന് മുമ്പിലെത്തി. നമ്മുടെ റേക്കിനെ കൊണ്ടുപോകാനുള്ള WDS 6ഉം കയറി വരുന്നുണ്ട്. നമുക്കെന്നെ പതുക്കെ പുറത്തേക്ക് നടക്കാം. ഇവിടെ നിന്ന് മറ്റേ മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എഴുതിയ മഞ്ഞ ബോർഡ് കാണാനില്ലല്ലോ. ആ ബോർഡുണ്ടെങ്കിൽ ആ ബോർഡും കൂടി ചേർത്താണ്. തൽക്കാലം നമുക്ക് വെള്ള ബോർഡ് വെച്ച് മാനേജ് ചെയ്യാം. മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നടന്ന് ആ ഫ്രണ്ടിൽ വരെ എത്തണം. നമ്മൾ നോക്കിയില്ലായിരുന്നു. ലോക്കോ ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ഈ പ്രഗതി എക്സ്പ്രസ് എന്ന് പറയുന്നത് പൂനെ നിന്ന് മുംബൈയിലോട്ടുള്ള രാവിലത്തെ ഇൻ്റർസിറ്റികളിലെ ലാസ്റ്റ് വണ്ടിയാണ്. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇൻ്റർസിറ്റിയിൽ ഇപ്പോൾ വൈകുന്നേരമായിട്ട് ഇവർ നമ്മളുടെ ഡേ എക്സ്പ്രസ് ടൈപ്പ് വണ്ടികളുള്ളൂ. ഇതിൻ്റെ സീറ്റ് കണ്ടോ, ഇത് നമ്മുടെ ബെഞ്ച് ടൈപ്പ് സീറ്റാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണിത്. ഇത് MCF ബിൽട്ടാണെന്ന് തോന്നുന്നു. അപ്പം നമ്മളങ്ങനെ മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. ആ വലിയ ഷെൽട്ടേർഡ് ഇരിക്കുന്നത്, അതൊക്കെ പഴയ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടത്. നമ്മളെത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 8ലാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു.
ആ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സ്റ്റേബിളിംഗ് ലൈൻസ് ഉണ്ട്. ആ സ്റ്റേബിളിംഗ് ലൈൻസ് കഴിഞ്ഞിട്ടാണ് പ്ലാറ്റ്ഫോം നമ്പർ 10 തുടങ്ങുന്നത്. ഇവിടെ 8ഉം 9ഉം 10 കുറച്ച് മാറിയാണ്. നമ്മൾ ലാസ്റ്റ് ടൈം ഉദ്യാന എക്സ്പ്രസ്സിന് പോയപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 10 നിന്നായിരുന്നു പോയത്. ട്രെയിൻ വന്നിന്ന് യാത്രക്കാരൊക്കെ ഇറങ്ങുമ്പോൾ എന്ത് ശാന്തമായി കണ്ടോ. ഈ ഫോട്ടോ ഇത് ബന്ധഹേന. അപ്പം നമ്മളിത് നടന്ന് അറ്റത്തെത്താറേ 16 കോച്ചിന് നീളം നടക്കണമായിരുന്നല്ലോ. നല്ല ഡാർക്ക് പണിയാണ് ഇവർ നമുക്ക് തന്നത്. അപ്പോൾ ഇതായത് നമ്മളിവിടെ നിന്ന് കൊണ്ടുവന്ന പ്രഗതി എക്സ്പ്രസ് 21941 WCAM3 ആയിരുന്നു നമ്മുടെ ലോക്കോനെന്ന് ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് കാണാണ്ട് പോകുന്ന മാന്യതയില്ലല്ലോ. 21941 WCAM3 കല്യാൺ ഷെഡിൻ്റെ ഇതാണ് നമ്മളിവിടെ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഈ യാത്രയോട് അവസാനിക്കാട്ടോ. ഇന്നൊരു അവധി ദിവസം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ? ഇതാണ് മുംബൈ എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഒരു ചാമം. മുംബൈ മെരി ജാൻ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇതാണ് മുംബൈ. നമുക്കിനി അപ്പുറത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ലോക്മാന്യ തിലക് ടെർമിനസിലോട്ട് പോകാം. ഈ സാധനം ഇവിടെ കാണാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ്സിൻ്റെ ഗേറ്റ് ഓഫ് ഇന്ത്യയിലോട്ട് പോകുന്ന വണ്ടികളാണ് ഈ സൈഡിൽ കിടക്കുന്നത്. ഇത് ഗേറ്റ് വേ അല്ല, അത് ഗേറ്റ് ഓഫ് ഇന്ത്യയിലോട്ട് പോകുന്നതാണ്. ആ 2 വണ്ടികളും ഗേറ്റ് ഓഫ് ഇന്ത്യ കാണാൻ പോകണമെങ്കിൽ അടിപൊളി ഓപ്ഷനാണ്. ഇവരും ഗേറ്റ് ഓഫ് ഇന്ത്യയിലോട്ട് ഓടുന്നുണ്ട്. ഇത് ചലോ ബസ്സാണ്. ചലോ ബസ്സും ഗേറ്റ് ഓഫ് ഇന്ത്യയിലോട്ട് ഓടുന്നുണ്ട്. ഇതാണ് മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്. ഇത് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ ആയിരുന്നപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. പിന്നീട് ഇത് സെൻട്രൽ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സായി. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ എന്നാൽ പതുക്കെ നടക്കട്ടെ. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ കമൻറ്റ്സ് സജഷൻസ് ഒക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെമ്പർഷിപ്പ്, സൂപ്പർ താങ്ക്സ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോനായി നമുക്ക് കാത്തിരിക്കാം. അടുത്ത വീഡിയോ ഏതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോനെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ പിന്നെ ദിസ് ഇസ് ബിനയ് ശങ്കർ signing off from Platform 7. See you very soon in another brand new video. Until then, bye bye.